പ്രൈസ് ദി ലോർഡ്. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി. പരിശുദ്ധ പിതാവേ, നല്ല ഈ ഈവനിങ് സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് കടന്നു വരുവാതെ ഗുണം അവിടെ നിങ്ങൾ ഒരുക്കിയ അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. പ്രത്യേകമായി കർത്താവ് ഇന്ന് ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനെ ദാസിയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കർത്താവ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ വിശ്വാസത്തിന് വർധനവ്, ആത്മീക ബലത്തിനൊക്കെ കാരണമാക്കി തീർക്കുവാൻ പോകുന്നൊരു സ്തോത്രം ഞങ്ങളെ മറ്റുമായി സമർപ്പിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ കുടുംബവശങ്ങൾ ക്ഷമിക്കണം. കാൽവടി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. പ്രത്യേകമായി ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. വൻകാര്യങ്ങളെ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലായിടത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യമുണ്ടാകണം. സകലമാനം മുഖത്തോട് തെറ്റിക്കരുന്നു യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. കർത്താവിന് സ്തോത്രം. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ദൈവം ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. നല്ലൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോട് കൂടി നമുക്കായിരിക്കും ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബൈജു തേവത്തേരിൽ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ ബിനു എസ്തർ തേവത്തേരിൽ ഞങ്ങൾ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ. വെൽക്കം പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. എമ്മോ മാത്യു അച്ചാനാണ് ന്യൂയോർക്കിൽ നിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നല്ലൊരു അനുഭവ സാക്ഷ്യം വന്നിട്ടുണ്ട്. അച്ഛനെ നേരത്തെ നമുക്ക് സാക്ഷ്യത്തിന് വന്നിട്ടുണ്ട്. പാസ്റ്റർക്ക് ഇപ്പം എവിടെയാണ് താമസിക്കുന്നത്? അമേരിക്കയിൽ എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ്? ഞങ്ങൾ അമേരിക്കയിൽ അറ്റ്ലാന്റ ജോർജിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ശരി. വർഷങ്ങളായോ അവിടെ ആയിട്ട്? ഞാൻ 30 വർഷം ചെല്ലുവാനുമായി അമേരിക്കയിലായിട്ട്. എൻ്റെ വൈഫ് 1997 തൊട്ട് അമേരിക്കയിലുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഓ ശരി. അപ്പോൾ ദീർഘവർഷങ്ങളായിട്ട് അമേരിക്കയിലുണ്ട്, കർത്താവിൻ്റെ വേലയിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ പറയുകയാണെങ്കിൽ അനുഗ്രഹമായിരുന്നു. വീട്ടുകാര്യങ്ങളൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും സാക്ഷ്യം കേൾക്കണം കേട്ടോ. അതെ, ഞാൻ തുടങ്ങാം. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ അവിടാണ് എൻ്റെ ആദ്യ പഠനങ്ങളെല്ലാം ചെയ്ത്. ഞാൻ കോളേജ് സമയത്താണ് ഞാൻ അമേരിക്കയിൽ മൂവ് ചെയ്യുന്നത്. എൻ്റെ മാതാവിൻ്റെ സഹോദരി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫാമിലി വിസയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഞാൻ എഞ്ചിനീയറിങ് ഇവിടെ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞ് ഒരു വർഷത്തിനകം കല്യാണം കഴിഞ്ഞ് അനേക വർഷങ്ങൾ ശേഷമാണ് ഞങ്ങൾ സുവിശേഷ വേലയിൽ ഇറങ്ങിയത്. ബിനുവിന്റെ കാര്യം ബിനു പറയും. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ പെരുമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് എൻ്റെ ബാല്യകാലം. അവിടുന്ന് ഞങ്ങള് പഠനത്തോടനുബന്ധിച്ച് ഞാൻ മർത്തമ കോളേജിൽ എൻ്റെ പ്രീ ഡിഗ്രി പഠിച്ചു, തിരുവല്ല മർത്തമ കോളേജിൽ. ആ സമയത്ത് എൻ്റെ മാതാവ് ഒരു ടീച്ചറായിരുന്നു. ഞങ്ങൾ പെരുമ്പട്ടിയിൽ അമ്മ പഠിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ ശേഷം തിരുവല്ല SCS എന്ന് പറയുന്ന ഹൈസ്കൂളിലേക്ക് മാറി. അങ്ങനെ ഞങ്ങൾ തിരുവല്ലായി വന്ന് താമസമായി. അവിടെയാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ അവിടെ മൂവ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ വെറ്റിനറി ആണ് പഠിച്ചത്. തൃശ്ശൂർ മണ്ണുത്തി വെറ്റിനറി സ്കൂളിൽ ഞാൻ വെറ്റിനറി പഠിച്ചു. നാട്ടിൽ ഞാൻ 2 വർഷം വെറ്റിനറിയനായിട്ട് ജോലി ചെയ്തിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഞാൻ വെറ്റിനറി ഫൈനൽ ഇയറിൽ പഠിക്കുമ്പോൾ എൻ്റെ വിവാഹം കഴിയുകയും അതിനുശേഷം അമേരിക്കയിലേക്ക് മൂവ് ചെയ്യാനും ഇടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. പെരുമ്പട്ടി ഞങ്ങൾക്ക് അയൽവക്കമാണ് കേട്ടോ, റാന്നിയില്. ഞാൻ പല പ്രാവശ്യം പാസ്റ്റർ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏഴോലിയാണ്. അപ്പം ഏഴോലിയിൽ നിന്ന് നടന്നു പോകാം പെരുമ്പട്ടിക്ക്. അത്രേ ഉള്ളൂ. ഞങ്ങൾ പെരുമ്പട്ടി എന്ന് പറഞ്ഞാൽ പെരുമ്പട്ടി ചന്തയിൽ നിന്നും അകത്തോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ വീട്. അപ്പൊ എന്റെ മദർ ഏഴോലിയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. മർത്തോമാക്കാരുടെ ഒരു സ്കൂൾ അവിടെ ഉണ്ട്, അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്. അവിടെ ഏത് വർഷങ്ങളാ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഏർലി 70s എന്റെ ഓർമ്മ. ശരി. അപ്പം പഴയ ആളുകൾക്കൊക്കെ നിശ്ചയമായിട്ട് അന്നേരം അറിയാം. ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ വെറ്റിനറി മേഖലയിലുള്ളവർ വളരെ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ആ ഒരു മേഖലയിലുള്ള ഒരാൾ നമുക്ക്
ഒരു ടെസ്റ്റിമണി പറയാൻ വരുന്നത്. നേഴ്സസും മെഡിക്കൽ ഫീൽഡിലുള്ളവർ പലരും വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതേ ഫീൽഡിലാണോ? ഞാൻ ഇവിടെയും വെറ്റിനറിയനായിട്ട് ജോലി ഓ, ചെയ്യുന്നു. അത് ശരി. അത് വളരെ വ്യത്യസ്തമാകുന്നൊരു അനുഭവമാണല്ലോ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പം നമുക്ക് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ വലിയൊരു ആഗ്രഹമുണ്ട്. ഇനിയും പാസ്റ്റർക്കും പറയാം, സിസ്റ്റർക്കും പറയാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ. ചെറിയ പ്രായം മുതലുള്ള രണ്ടുപേരുടെയും അനുഭവങ്ങൾ കേൾക്കണം നമുക്ക്. ദൈവത്തിന് സ്തോത്രം. ഞാൻ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഫിൽ ചെയ്യുക അല്ലെങ്കിൽ വായിച്ചാൻ അതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പെന്തിക്കോസ്ത് ഭവനത്തിലാണ് ജനിച്ച് വളർത്തപ്പെടുവാൻ ഇടയായത്. എൻ്റെ ഫാദറിൻ്റെ ഫാദർ, എൻ്റെ വല്യപ്പച്ചനാണ് ആ പെരുമ്പട്ടി പ്രദേശത്ത് ആദ്യമായിട്ട് കുടുംബം ദൈവസന്നിധിയിലേക്ക് വരുവാനും ഒരു ഇടയായത്. ദൈവം അങ്ങനെ ഒരു വഴിയൊരുക്കി. അങ്ങനെ ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ പിതാവ് ജനിച്ചപ്പം തന്നെ, വീട്ടിലെ ഇളയ മകനാണ്, ജനിച്ചപ്പം തന്നെ പെന്തിക്കോസ് വിശ്വാസത്തിലായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും സ്നാനപ്പെട്ട് മർത്തോമായിലൊക്കെ വളരെ ശക്തിയോടെ നിന്ന സമയത്താണ് അവിടുന്ന് പിന്നെ വേർപെട്ടൊരു വിശ്വാസത്തിലേക്കും ആരാധനയിലേക്കും വരണമെന്നുള്ള താല്പര്യത്തില് ഞങ്ങളുടെ വസ്തുവിൽ തന്നെയായിരുന്നു, ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു ആദ്യ ആരാധന. അതിനുശേഷം ഞങ്ങളുടെ വസ്തുവിൽ തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനുശേഷമാണ് എൻ്റെ പിതാവിന്റെ മൂത്ത സഹോദരൻ 1960കളിൽ അമേരിക്കയിലേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ വന്ന് ഉള്ള സപ്പോർട്ട് കൂടെ പെരുമ്പട്ടി IPC ഫിലദൽഫിയ ചർച്ച് പണിയുവാനും സ്ഥലം വാങ്ങിക്കുവാനും പണിയുവാനും ഇടയായി. അതിനുവേണ്ടി ഒത്തിരി സഹായിപ്പാനൊക്കെ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ദൈവം ഇടയാക്കി. അങ്ങനെ ഒരു ഭവനത്തിലാണ് എനിക്ക് ജനിച്ചു വളർന്നത്. എൻ്റെ ഭവനത്തിൽ ആരും തന്നെ പാസ്റ്റേഴ്സ് ഒന്നുമില്ല. എൻ്റെ വലിയപ്പച്ചനും വല്യമ്മച്ചിയും വളരെ സഹായിക്കുകയും സുവിശേഷ വേളയിലൊക്കെയും തൽപരരായിരുന്നെങ്കിലും അവര് കർഷകരായിരുന്നു. അല്ലാതെ നമുക്കൊത്തിരി ചില വസ്തുക്കളും റബ്ബർ തോട്ടം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ്. എന്നാൽ വളരെ സുവിശേഷ താല്പര്യമുള്ളവരും ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ ചെറുപ്പം മുതലേ വളരെ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ വളരുവാൻ എനിക്കിടയായി തീർന്നു. ഞങ്ങളുടെ ഭവനത്തിൽ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ മുതൽ 3 സമയത്തും പ്രാർത്ഥനയുണ്ട്. അപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദാവീദ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു എന്ന വചനം എപ്പോഴും ഉദ്ധരിക്കും. അതുപോലെ എപ്പോഴും വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. എനിക്കൊരു 4-5 വയസ്സുള്ളപ്പോൾ എനിക്ക് ഓർമ്മയുള്ളപ്പം തന്നെ അപ്പച്ചനോട് നമ്മുടെ പറമ്പിലൊക്കെയും ഓരോ കാര്യത്തിന് നടക്കുമ്പോൾ അപ്പച്ചൻ ദൈവവചനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവവചനം കേട്ട് ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വളരുവാൻ എനിക്കിടയായി. നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയിലൊക്കെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയായാലും ബൈബിൾ ഒത്തിരി വായിക്കുന്നത് കൊണ്ട് വചനം നന്നായി പഠിക്കുവാനും ആ രീതി വളർന്നു വരുവാനും ദൈവം ഇടയാക്കി. അങ്ങനെ 1980 എനിക്ക് അന്ന് 9 വയസ്സാണ്. അന്നാണ് ഞാൻ ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായത്. ആ സമയത്ത് മാങ്ങാന ജോസഫ് എന്നുള്ള ദൈവദാസൻ, ഒരു പ്രവാചകനായ ദൈവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ വരികയും 2-3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ചാണ് പെട്ടെന്ന് എനിക്കൊരു പാപബോധം ഉണ്ടായി. ഞാൻ കണ്ണുനീരോടെ കരയാണ്. ആ സമയത്തൊക്കെയും നമ്മളെന്തോ പാപം ചെയ്യുന്ന ചെറിയ കള്ളങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് ഓർമ്മയുള്ളെങ്കിൽ പോലും പെട്ടെന്ന് എനിക്ക് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു ദർശനം പോലെ വരികയും ഞാൻ കരഞ്ഞ ദൈവസന്നിധിയിൽ എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുകയും രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുവാനിടയായി. അപ്പോൾ തന്നെ സ്നാനപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 കുഞ്ഞുങ്ങളാണ്. എൻ്റെ പിതാവ് എയർഫോഴ്സിലായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ ഗൾഫിലായിരുന്നു. എൻ്റെ മാതാവ് ഒരു ടീച്ചറാണ് നാട്ടില്. അപ്പം ഞങ്ങൾ 4 പേരാണ് കുഞ്ഞുങ്ങൾ. അതിൽ 2ാമത്തെ ആളാണ് ഞാൻ. അപ്പം എൻ്റെ മൂത്ത സിസ്റ്ററും ഞാനും ഒരേ സമയത്താണ്. ഞങ്ങൾ തമ്മിൽ 1.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്നാനപ്പെടണമെന്നൊക്കെയും താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ അപ്പച്ചനൊക്കെ പറഞ്ഞു ഇത്തിരൂടെ ഒരു നന്മതിന്മകളെ പറ്റിയൊക്കെ ശരിക്കും മനസ്സിലായി ഒരു ഡിസിഷൻ എടുത്തിട്ട് വേണം സ്നാനപ്പെടാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം 85 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സ്നാനപ്പെടുവാനും ദൈവം ഇടയാക്കി. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ വലിയൊരു ആത്മാവിന്റെ ശക്തി ഉണ്ടായെങ്കിലും ഒരു അന്യഭാഷയുടെ ഒരു അടയാളത്തോടുകൂടെ അഭിഷേകം പ്രാപിപ്പാൻ അന്ന് ഇടയായില്ല. അതുകൊണ്ട് ഞാൻ വളരെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പഠനം കഴിയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അന്നെന്ന് പറഞ്ഞാൽ മെഡിക്കൽ എൻട്രൻസ് എഴുതി മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ പഠിക്കാൻ ഞാൻ താരതമ്യേന വളരെ സമർത്ഥയായിരുന്നു. ആയിരുന്നതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കുണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെയും രക്തം കാണുമ്പോൾ തല ഇറങ്ങി വീഴുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു വലിയ വിഷമമോ
പെയിനോ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തലകറക്കം വരും. അതുകൊണ്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ ഡോക്ടർ ആയാൽ എങ്ങനെ ആയിരിക്കും എന്നൊരു ചിന്തയും ഉണ്ട് എൻ്റെ. അപ്പം എന്നാൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിരുന്ന സമയത്ത് 1988 ഞങ്ങൾ തിരുവല്ലയ്ക്ക് മൂവ് ചെയ്യാനും എൻ്റെ മദർ അവിടെ ടീച്ചറായി. ആ സമയത്തേക്ക് എൻ്റെ ഫാദർ ഗൾഫിൽ നിന്ന് 85 തിരികെ വരുന്നത്. അപ്പം എൻ്റെ ഫാദർ അവിടെ ഉണ്ട്. ഞങ്ങളുടെ അപ്പച്ചന് 87 മരിച്ചുപോയി. അതുകൊണ്ട് പിന്നെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ ഇളയ മകനാണ് എൻ്റെ ഫാദർ. അങ്ങനെ ഞങ്ങൾ തിരുവല്ലായി താമസമായ സമയത്ത് ആണ് ദൈവം എന്നോട് ശരിക്കും ഒരു പേഴ്സണലായിട്ട് ഒരു എൻകൗണ്ടർ ദൈവമായിട്ട് വരാനിടയായത്. നമ്മൾ പെന്തിക്കോസ്തിൽ ജനിച്ചു വളർന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടതൊക്കെയാണെങ്കിലും ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു സംശയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ചോദിക്കും, ചില ഹിന്ദുക്കളൊക്കെ വളരെ നല്ല ജീവിതം നയിക്കുന്നു, അപ്പൊ അവര് ദൈവസ്ഥാനത്തിൽ പോകത്തില്ലയോ, സ്വർഗത്തിൽ പോകത്തില്ലയോ, അതോ നമ്മള് ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവസ്ഥാനത്തിൽ പോകത്തുള്ളൂ എന്നൊരു സംശയം എനിക്ക് വന്നു. കാരണം നമ്മൾ കൂടുതലും നമ്മുടെ വിശ്വാസത്താലുള്ള രക്ഷയേൽക്കാ കൂടുതൽ നമ്മുടെ പ്രവൃത്തിയെ പറ്റി എപ്പോഴും ഒരു ചിന്ത, നമ്മൾ ചെറുപ്പം മുതലേ വളർന്നു വന്ന ആ ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ട് നന്നായി ജീവിക്കണം, കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഓർക്കും എന്നെക്കാളും നന്നായി ജീവിക്കുന്ന ഹിന്ദുക്കളുണ്ടല്ലോ, അപ്പൊ അവരാണോ ആദ്യ സ്വർഗത്തിൽ പോകുന്നതെന്നൊരു ചിന്ത എൻ്റെ കയ്യിലുണ്ടായി. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും. ആ സമയത്ത് ഞാൻ എൻട്രൻസ് എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എങ്ങും കിട്ടിയില്ല, ഒന്നിനും കിട്ടിയതായിട്ട്. അപ്പൊ നമുക്കിങ്ങനെ എൻട്രൻസ് എഴുതുമ്പോൾ നമ്മൾ ചോയ്സ് വെക്കും, മെഡിക്കൽ, ഡെന്റൽ, അങ്ങനെ. അപ്പൊ എനിക്ക് അഗ്രികൾച്ചറിന് പോകണമെന്നും വെറ്റിനറി പോകണം, രണ്ടും ഞാൻ ചോയ്സ് വെച്ചിരുന്നു. എന്നാൽ എനിക്ക് ഒന്നും കിട്ടിയതായിട്ടുള്ള, അന്ന് പത്രത്തിൽ ഇങ്ങനെ നമ്പർ വരും, നമ്പർ നോക്കിയപ്പോൾ എനിക്കൊന്നും കിട്ടിയതായിട്ട് അറിവില്ല. അതെന്നെ വളരെ നിരാശപ്പെടുത്തി. ആ സമയത്ത് അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ചോദിക്കുക, ഇനി ദൈവം ഉണ്ടോ, ഏത് ദൈവമാണ് കറക്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഞാനിങ്ങനെ പ്രാർത്ഥിക്കും വെച്ചാൽ ഒരു പ്രത്യേക ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ഏതാണ് ദൈവം എന്നോട് സംസാരിക്കണേ, എന്നെ മനസ്സിലാക്കി തരണം, ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കുറെ ഒരു മാസം 2 മാസമെങ്കിലും കടന്നുപോയി കാണും. ഞാൻ വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. എനിക്ക് ദൈവത്തെ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ഡൗട്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി ഞാൻ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ദൈവശബ്ദം കേൾക്കുന്നത്. ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ ആരോ എൻ്റെ ചെവിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് പോലെ ദൈവശബ്ദം കേൾക്കാം. മറ്റേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ദൈവവചനം വരും, അത് നമ്മളോട് സംസാരിക്കുന്നത്. ഇത് അങ്ങനല്ല, ഓഡിബിൾ ആയിട്ട് ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ, എൻ്റെ ചെവിയുടെ അടുത്ത് ആരോ വന്ന് സംസാരിക്കുന്ന പോലെ ഞാൻ ദൈവശബ്ദം ആദ്യം ഞാൻ കേൾക്കുന്ന ദൈവശബ്ദം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, കർത്താവേ എന്നല്ല, ദൈവമേ ഏതാണ് ദൈവം, നീ എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, എൻ്റെ ഭാവി എന്തുവാ, ഇങ്ങനൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമ്പം പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, മകളെ നീ എന്തിനാണ് കരയുന്നത്, ഈ ലോകത്തില് എല്ലാവരും നീതിമാന്മാരായിരുന്നാലും നീ ഒരു വ്യക്തി മാത്രം പാവിയായിരുന്നാലും നിനക്ക് വേണ്ടി ഞാൻ വന്ന് മരിക്കുമായിരുന്നു. ഇങ്ങനൊരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു സമാധാനം വരിക. എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് യേശു കർത്താവാണ് എന്നോട് സംസാരിക്കുന്നത്. 99 നീതിമാന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു, നീതിമാന്മാരാണെങ്കിലും ഞാൻ ഒരു വ്യക്തി മാത്രം പാപിയാണെങ്കിലും എന്നെ സ്നേഹിച്ച് ഈ ലോകത്തിൽ വന്ന് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിക്കുമായിരുന്നു എന്നൊരു ചിന്ത പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരികയും ആ സമയമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ മരണവും കർത്താവ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിൽ വളരെ പേഴ്സണലായിട്ടൊരു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഇടയായി. അന്ന് തൊട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആ സമാധാനം, എൻ്റെ ദൈവമാണ്, എൻ്റെ യേശു കർത്താവാണ് ജീവനുള്ള ദൈവമെന്ന് മനസ്സിലാക്കുവാനും ദൈവനെ ഇടയാക്കി. അത് മാത്രമല്ല, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, കർത്താവ് എന്നെ സ്നേഹിക്കുന്ന കർത്താവിന് വിഷമം വരുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യത്തില്ലെന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു തീരുമാനം ഉണ്ടാകുവാനിടയായി. അപ്പം നമ്മൾ പെന്തിക്കോസിൽ ജനിച്ചു വളർന്നത് കൊണ്ട് നമ്മൾ വലിയ പാപങ്ങൾക്കൊന്നും അല്ല, ഞങ്ങളുടെ വീട്ടിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, നമ്മളെ മൂവി കാണാൻ വിടുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എന്നാൽ എൻ്റെ പിതാവ് ഒരു വിധത്തിൽ പറഞ്ഞ, ആ സമയത്ത് നാട്ടിൽ തിരിച്ചു വന്ന സമയത്ത് നമുക്ക് TV ഉണ്ട്, അപ്പൊ ആ സമയത്തൊന്നും നമുക്ക് ഇങ്ങനെ മൂവികളൊന്നും ഇപ്പോഴത്തെ പോലെ ഒന്നും കാണത്തില്ലെങ്കിൽ എൻ്റെ പിതാവ് ഒരു കാര്യത്തിന് റെസ്ട്രിക്ഷൻ വെച്ചിട്ടില്ലായിരുന്നു. കാരണം നിങ്ങൾ തന്നെ, ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാതിരിക്കരുത്, നിങ്ങൾക്ക് തന്നെയുള്ള തീരുമാനങ്ങളാണെങ്കിൽ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് പിതാവ് എല്ലാത്തിനും നമ്മളെ സമ്മതിക്കുമായിരുന്നു. അപ്പോഴ് അന്ന് ഞാനിങ്ങനെ എൻ്റെ ഒരു വാക്ക് സംസാരിക്കുന്ന പറയും, അയ്യോ അത് ദൈവത്തിന് ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവത്തോടു കൂടെ നടപ്പാനും അന്ന് തൊട്ട് എനിക്ക് ദൈവം ഇടയാക്കി. അപ്പൊ ഞാൻ മാർത്തോമ കോളേജിൽ ജോയിൻ ചെയ്തു, ഫിസിക്സ് BSc ഫിസിക്സിന് ജോയിൻ ചെയ്തു. 2-3 മാസമായിട്ടുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ ഒരു ദിവസം അന്നിങ്ങനെ ദൈവത്തോട് പറയും, വചനം ഒത്തിരി വായിക്കും, പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ കോളേജിൽ നിന്ന് നടന്ന് വീട്ടിലേക്ക് വരികയാണ്. ഞങ്ങളന്ന് കറ്റോട്ടാണ് താമസിക്കുന്നത്. ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരികയാണ്.
പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഭാവി എന്താ, ഞാൻ ഈ BSc ഒക്കെ പഠിച്ചു, MSc പഠിച്ചു, ഒക്കെ അങ്ങ് പോവോ ആയിരിക്കും, ആ സമയത്തൊന്നും ജോലിയൊക്കെ MScക്കാർക്കൊക്കെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാ എന്നിങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ ഒരു ദൈവശബ്ദം പിന്നെയും കേൾക്കുകയാണ്. ആ കേൾക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ തൃശ്ശൂരിൽ നിനക്കൊരു അഡ്മിഷൻ ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ നീ അവിടെ ചെന്നാൽ എനിക്ക് വേണ്ടി നിൽക്കണം. ഇങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഞാൻ വളരെ, എൻ്റെ മനസ്സ് സന്തോഷത്തോടെ, ദൈവം എന്നോട് സംസാരിച്ചു, എനിക്ക് തൃശ്ശൂർ അഡ്മിഷൻ ഒരുക്കിയിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ മെഡിക്കൽ കോളേജ് ഉണ്ട് തൃശ്ശൂര്, അപ്പൊ മെഡിസിൻ ആവാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ കോളേജ് ഉണ്ട്, അഗ്രികൾച്ചറിനാകാം, വെറ്റിനറീസ് കോളേജ് ഉണ്ട്, വെറ്റിനറിക്കാകാം, ഏതാണെന്ന് എനിക്കറിയത്തില്ല. ആ സമയത്ത് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഒരു ബുക്കാണ് പ്രിസൺ ടു പ്രൈസ് എന്ന് പറഞ്ഞ ഡെറക് പ്രിൻസ് എന്ന് പറഞ്ഞൊരു ദേവദാസന്റെ ഒരു ബുക്കുണ്ട്. അപ്പൊ ഞാൻ ആ ബുക്കിൽ മെർലിൻ ക്രോതേഴ്സിന്റെ ഡെറക് പ്രിൻസിന്റെ അല്ലയോ ആ ബുക്ക്? Prison to Praise. മെർലിൻ ക്രോതേഴ്സ്. അത് തന്നെ, അത് തന്നെ. അപ്പം ഞാൻ അന്നേരം ഓർത്തു, അവിടെ മുതല് ഞാൻ വീട്ടിൽ വരുന്നവരെയും എനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന അഡ്മിഷന് വേണ്ടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു. ഓക്കെ, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാന് വീട്ടിൽ വന്നെല്ലാം നോക്കി. അതൊരു വ്യാഴാഴ്ച ദിവസമാണ്. എനിക്ക് ഇന്റർവ്യൂ കാർഡോ അഡ്മിഷൻ ടിക്കറ്റോ ഒന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ചയും ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ഒരു ഡൗട്ടും ഇല്ല, ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. വെള്ളിയാഴ്ചയും കോളേജിൽ നിന്ന് വന്നു, ഒന്നുമില്ല. എന്നാൽ ശനിയാഴ്ച അന്ന് കോളേജില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുക, പോസ്റ്റ് വുമൺ പെട്ടെന്ന് വന്ന് ഒരു ലെറ്റർ ഇങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട് റൂമിലോട്ട് വിൻഡോയിൽ കൂടി ഇടുന്നു. ഞാൻ ഓടിപ്പോയി നോക്കിയപ്പം തൃശ്ശൂർ വെറ്റിനറി കോളേജിൽ നിന്ന് എനിക്കുള്ള ഇന്റർവ്യൂ കാർഡായിരുന്നു അന്ന് വന്നത്. പിറ്റേ ആഴ്ച എൻ്റെ ഇന്റർവ്യൂ. എനിക്ക് മെയിൻ ലിസ്റ്റിൽ ഇല്ലായിരുന്നെങ്കിലും നമ്മൾ മെറിറ്റ് ലിസ്റ്റിലാണ്, എന്ന് വെച്ചാൽ ഓപ്പൺ മെറിറ്റിലാണ് നമുക്കൊക്കെ കിട്ടുന്നത്. അതിൽ 50% ഉള്ള ഓപ്പൺ മെറിറ്റ് എല്ലാം പ്രൊഫഷണൽ കോളേജിലും. അതിൽ അടുത്ത 50% എന്ന് പറഞ്ഞാൽ സംവരണമാണ്. അതിൽ ഈ 50%ലും പലരും പല ചോയ്സസ് കൊടുക്കും. എന്ന് വെച്ചാൽ മെഡിക്കൽ അഡ്മിഷന് കൊടുത്തവർ തന്നെ വെറ്റിനറിയും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇവർക്കെല്ലാം ഉള്ള ഇനീഷ്യൽ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ പിന്നുണ്ടായിരുന്ന ആദ്യത്തെ 5ൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ അവർ മെറിറ്റ് ലിസ്റ്റിന് പിന്നെ വിളിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുവാനിടയായത്. പക്ഷേ അത്രയും ലേറ്റ് ആയെങ്കിലും ആ സമയത്ത് ദൈവം എന്നെ പണിയുവാനും ദൈവത്തിലോടൊന്ന് അടുത്ത് ജീവിക്കാനും ദൈവം അന്ന് എനിക്ക് ഇടയാക്കി. അങ്ങനെ ഞാൻ നവംബർ 2-ാം ആഴ്ച 1988 നവംബർ 8-നാണ് ഞാൻ വെറ്റിനറി സ്കൂളിൽ മണ്ണുത്തിയിൽ ജോയിൻ ചെയ്യുവാനും ഇടയായി തീർന്നത്. അങ്ങനെ ഞാൻ വെറ്റിനറിക്ക് അവിടെ ജോയിൻ ചെയ്തു. പക്ഷേ ഞാൻ പോകുന്നൊരു വലിയ ആ സമയത്ത് ദൈവം ഒരു കാര്യം കൂടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ദൈവം എന്നെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവം എന്നെ നിറയ്ക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ വലിയൊരു ആത്മാവിൻ്റെ ഒരു തീയോടുകൂടിയാണ് ഞാൻ ആ സമയത്ത് വെറ്റിനറി സ്കൂളിലേക്ക് കടന്നു പോകുന്നത്. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്, ദൈവത്തിന് വേണ്ടി അവിടെ നിൽക്കുക. അങ്ങനെ ഒരു വലിയൊരു സന്തോഷത്തോടുകൂടി ഞാൻ വെറ്റിനറി സ്കൂളിൽ പോയി. വെറ്റിനറി കോളേജ് എന്ന് പറഞ്ഞാൽ മണ്ണുത്തി വെറ്റിനറി കോളേജ് അന്ന് ഇപ്പം 2 വെറ്റിനറി കോളേജ് ഉണ്ട് കേരളത്തില്. അന്ന് ഒരു വെറ്റിനറി കോളേജേ ഉള്ളൂ. അപ്പം കേരളത്തിന്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകര വരെയുള്ള പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള വ്യക്തികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ 110-120 പേരെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അപ്പൊ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള വ്യക്തികൾ ഉണ്ടാവും. അതുപോലെ ആൻഡമാൻസ് നിക്കോബാർ ദ്വീപുകള്, ലക്ഷദ്വീപുകള്, അങ്ങനെയൊക്കെയുള്ള നേപ്പാളിൽ ഒരു കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള വ്യക്തികളാണ്. അതിൽ തന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഒരു വളരെ കുറവാണ് കോളേജിൽ. അതിലുള്ളവരും കൂടുതലും കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പൊ ഞാൻ കോളേജിൽ ചെല്ലുന്ന സമയത്ത്, അപ്പൊ ഒരു സമയത്ത് 500 കുട്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ ഒരു 200 പേരൊക്കെ ലേഡീസ് ആണ്. അപ്പൊ ലേഡീസ് ഹോസ്റ്റലിൽ നമ്മൾ നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന 4-5 പേരേ ഉള്ളൂ. അത് യാക്കോബ, മർത്തോമ, CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യക്തികൾ. അപ്പൊ എൻ്റെ ക്ലാസ്സിൽ ഞാനൊരു വ്യക്തി അല്ലെ കോളേജിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു പെന്തിക്കോസ് വ്യക്തിയേ ഉള്ളൂ. ഒരാൾ TPM വിശ്വാസി, എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത് ഹോസ്റ്റലിൽ. അപ്പൊ ഞാൻ ചെന്ന സമയത്ത് മനസ്സിലായി അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ചെറിയ പ്രെയർ വൈകിട്ട്. അതെന്ന് വെച്ചാൽ ഈ യാക്കോബ, മർത്തോമ എല്ലാവരും കൂടെ ചേർന്നാണ്. ഒരു 5-6 പേരേ ഉള്ളൂ. അവരെല്ലാം കൂടെ പല ഇയറിലുള്ളവർ ഒരുമിച്ച് കൂടി ഒരു പാട്ട് പാടും, ബൈബിളിൽ നിന്ന് ഒരു പോർഷൻ വായിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോൾ
ഒരു CSIയിൽ നിന്ന് ഒരു യാക്കോബ വ്യക്തിയും ഒരു മർത്തോമായ എന്നുള്ള ഒരാളും ഉണ്ടായിരുന്നു, പിന്നെ ഞാനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അംഗസംഖ്യ പെട്ടെന്ന് കൂടിയതുപോലെയായിരുന്നു ആ പ്രയർ മീറ്റിങ്ങിന്. അങ്ങനെ ഞങ്ങൾ പ്രയർ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞങ്ങൾ അത് ഏറ്റെടുക്കുവാനും ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി തീർത്തു. എന്നാൽ എൻ്റെ മുഴുവൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരെ ഞങ്ങളോട് ദൈവത്തെ പറ്റി പറയണം എന്നുള്ള വലിയ ചിന്ത എന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാനിടയായി. അങ്ങനെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഈ മർത്തോമായിലുള്ള വ്യക്തിയും ഈ CSI വ്യക്തിയും മറ്റേ യാക്കോബായി എന്നുള്ള വ്യക്തിയും 3 പേര് സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയായിരുന്നു അവിടെ. എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ 2-3 പേര് ആൺകുട്ടികളും കൂടെ പിന്നെ സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി. പിന്നെ വേറൊരു അനുഗ്രഹം ദൈവം എനിക്ക് അവിടെ തന്നതെന്ന് പറഞ്ഞാൽ, അപ്പൊ എവിടെ ചർച്ചിൽ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് വലിയ പരിചയമൊന്നുമില്ല അവിടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ തന്നെ അവിടുത്തെ ക്വാർട്ടേഴ്സിൽ ഒരു ചെറിയ പ്രയർ മീറ്റിംഗ് ഉണ്ടെന്ന് അറിയുകയും ഞങ്ങളെ അവിടെ കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ലോക്കലി ഉള്ള ഒരു ചർച്ചിൽ നിന്നൊരു പാസ്റ്ററും അവിടെ കോളേജിൽ അഗ്രികൾച്ചർ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും അവിടെ ഒരു പ്രെയർ നടത്തുന്നെന്ന് അറിയുകയും അവിടെ ഞാൻ പോവുകയും അങ്ങനെ അവിടെ ഉള്ള ഒരു ലോക്കൽ ചർച്ചുമായിട്ട് കണക്റ്റഡ് ആകുവാനിടയായി. അങ്ങനെ ചർച്ചിൽ അന്ന് ഞാൻ തന്നെയാണ് പോകുന്നത്. എന്നാൽ ആത്മാവിന്റെ കൃപാവരം വളരെ ജ്വലിക്കുന്ന ഒരു ചർച്ചാണ്. ഇപ്പൊ ആ ചർച്ച് വലിയ ചർച്ച. അന്നൊരു 15-20 പേര് കൂടുതലില്ല. ഒരു കടയുടെ സൈഡില് ഒരു ചാർപ്പ് പോലെ ഉള്ളിടത്താണ് ആരാധന നടക്കുന്നത്. അതിന് ബഥേൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നാണ് തോന്നുന്നു ആ ചർച്ചിന്റെ പേര്. ബഥേൽ ചർച്ച് എന്ന് പറഞ്ഞ അന്ന് അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ദൈവദാസന് ഭയങ്കര കൃപാവരങ്ങളുള്ള ദൈവദാസന. അത് മാത്രമല്ല, നമ്മളെ മണിക്കൂറുകളോളം അവർ കൈകൊട്ടി ശക്തിയോടെ, ആകെ 15 പേരെ ഉള്ളെങ്കിൽ 15 പേരും അന്യഭാഷയിൽ ഒരു 2 മണിക്കൂറെങ്കിലും ആരാധിക്കും. അപ്പൊ അതെനിക്കൊരു പുതിയ ഇതായിരുന്നു. നമ്മൾ പെന്തിക്കോസിൽ ജനിച്ചു വളർന്നെങ്കിലും അത്രയും കൃപാവരങ്ങളുടെ ശുശ്രൂഷയൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതിനു മുമ്പ്. അവിടെ 5 വർഷം ഞാൻ വെറ്റിനറി സ്കൂളിൽ പഠിച്ചത് എൻ്റെ ഒരു വ്യക്തി പറഞ്ഞ ആത്മീയ ജീവിതത്തിന്റെ വലിയൊരു വളർച്ചയുടെ അവസ്ഥയായി ദൈവം അതിനെ മാറ്റി തീർക്കുവാനിടയായി. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ അന്യഭാഷയിൽ ആരാധിക്കുവാനും ഒക്കെ. അപ്പം ആരാധന കഴിഞ്ഞ് 2 മണിയാകുമ്പോഴാണ് ചിലപ്പം തിരിച്ചു വരുമ്പോൾ നമുക്ക് മെസ് ഹോളിൽ നിന്ന് ചിലപ്പോൾ ഫുഡ് പോലും കിട്ടത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സ്നാനപ്പെട്ടു. അപ്പൊ അവള് കൂട്ടിനായി. പിന്നെ വേറൊരാള് സ്നാനപ്പെട്ടു. അങ്ങനെ പുതിയ വർഷം വന്നതിൽ നിന്ന് ചിലരൊക്കെ പിന്നെ മുന്നോട്ട് വന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉണ്ടാവുവാൻ ദൈവമിടയായി. അത് മാത്രമല്ല, ഞങ്ങള് എല്ലാ ദിവസവും രാവിലെ ഓരോ ഫ്ലോറിൽ 3 ഫ്ലോറാണ്, അതിൽ ഓരോ ഫ്ലോറിലുള്ള വിശ്വാസത്തിലുള്ളവര് അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നവര് ഓരോ കോർണറിൽ സ്റ്റേഴ്സ് പോലെ ഉണ്ട്. അവിടെ പോയി ആരും കാണാതെ, ആരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയിരുന്ന് ഓരോ റൂമിലുള്ള വ്യക്തികളുടെ പേര് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും. അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സമർപ്പണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. അങ്ങനെ സന്തോഷത്തോടെ പോകുന്ന സമയത്താണ് 91-ലാണ് ദൈവാത്മാ പിന്നെ എന്നോട് സംസാരിക്കാൻ ഇടയാകുകയും ഞാൻ ദൈവസന്നിധിയിൽ എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനിടയായി. അങ്ങനെ സമർപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് എൻ്റെ ജോലിയോടുകൂടെ എൻ്റെ പ്രൊഫഷനോടുകൂടെ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വില്ലേജുകളിൽ പോയി ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, നീ എന്നെ ഒരിക്കൽ പൂർണ്ണ സമയം വിളിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങിക്കൊള്ളാമെന്ന് ഞാൻ ദൈവസന്നിധി സമർപ്പിക്കാനിടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരു കല്യാണാലോചന വരുന്നു. അങ്ങനെ കല്യാണത്തെ പറ്റി വിചാരിക്കുന്നില്ല, നമ്മൾ വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കല്യാണാലോചന വരികയും അങ്ങനെ പറഞ്ഞോട്ടെ. എന്റെ ബാക്ക്ഗ്രൗണ്ട്, I was born and raised in a TPM family. ഞാൻ TPM-ലെ 4ാം തലമുറക്കാരനാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ 14ാമത്തെ വയസ്സിൽ സുശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് ഞാൻ തനിയെ CPM-ൽ സുശേഷ വേലയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് വളരെ താല്പര്യത്തോടിരുന്ന് ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മാതാവും പിതാവും, അത് എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ, ആ മാതാവും പിതാവും അന്ന് സമ്മതിച്ചില്ല. അന്ന് പറഞ്ഞു, കല്യാണം കഴിച്ച് നീ പൊക്കോ. അന്ന് എൻ്റെ വിചാരം, അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷ വേല TPM-കാർക്ക് പിന്നെ സുവിശേഷ വേല എന്ന് പറഞ്ഞ കാര്യമില്ല, കാരണം വിവാഹം കഴിച്ചു പോകാനൊക്കത്തില്ല. അപ്പോൾ ആ ഭാരത്തോടെ ഇരുന്ന് പിന്നെ മാതാവും പിതാവും പറയുന്ന കേൾക്കണം. അതുകൊണ്ട് ആ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഒരു ഫ്ലീസ് പോലും ഇട്ട്, കർത്താവെ, അങ്ങനെ ആണെങ്കിൽ കല്യാണം കഴിക്കുന്ന ആളും സുവിശേഷ വേലയ്ക്ക് പോകുന്നതായിരിക്കണം എന്നുള്ള ഒരു താല്പര്യം മാത്രം വെച്ച് ഇങ്ങനെ പോയി. അതിനിടയ്ക്കാണ് ഞാൻ ഹൈസ്കൂൾ കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിങ്ങിന് പോവുകയും
എഞ്ചിനീയറിങ്ങിന് പോയി. അത് കഴിഞ്ഞ് ഞാൻ അമേരിക്കയിൽ വന്ന് അപ്പോൾ ഇതെല്ലാം മനസ്സിലുണ്ട്. എന്നാൽ കല്യാണം കഴിക്കുന്ന 91 ഞാനിവിടെ വന്നു. 92 അവസാനമാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ പലരോടും പറയാറുണ്ട്, എൻ്റെ വെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ CPM-ന്റെ ബ്ലഡ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ആര് CPM-നെതിരെ പറഞ്ഞാലും അന്ന് എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് CPM-ൽ ദൈവം കുറെ താലന്തുകൾ തന്നിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാൻ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ CPM-ലെ പാസ്റ്റേഴ്സിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിന് ഒരു വർഷം എൻ്റെ കോളേജിൽ കളയുകയും ചെയ്തു. അതുപോലെ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് മാതാവും പിതാവും എന്നെക്കാട്ടിലും മുമ്പ് വന്നു. ഇവിടെ വന്ന് അവര് സുവിശേഷ വേല, അവര് ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ്. കാരണം എൻ്റെ മദറിൻ്റെ സിസ്റ്റർ അവിടെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ ചർച്ചിൽ പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം ആ ആഴ്ചയിൽ മാത്രം ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോയി. പിറ്റേ ഞായറാഴ്ച തൊട്ട് ഞങ്ങൾ CPM-ൽ പോയി അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കല്യാണം ഇത് വരുന്നത്. കല്യാണം വന്ന് ഈ കല്യാണമല്ല, ഞങ്ങൾ നാട്ടിൽ അമേരിക്കയിൽ നിന്ന് പോകുന്നതായതുകൊണ്ട് 20 പേരുടെ പ്രൊഫൈലും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അന്നും CPM-കാർ മാത്രം മതി എന്നുള്ള ഒരു അഭിപ്രായം കൊണ്ടാണ് ഞാൻ പോകുന്നത്. എന്നാൽ എൻ്റെ ഉപ്പാപ്പൻ മാർക്ക് ചെയ്ത് റേറ്റ് ചെയ്തതിൽ ആദ്യം ഉണ്ടായിരുന്ന ആളിത്. പക്ഷേ ഞാൻ ഈ ആളിനെ കാണാൻ പോയതേ ഇല്ല ആദ്യം. കാരണം CPM മാത്രം മതി. അപ്പോൾ CPM-ലെ ആളിനെ വിവാഹം കഴിക്കാൻ പോയി. ഏതായാലും അത് നടന്നില്ല. എന്നാൽ ഒരു ദിവസം കാണാൻ പോയ സമയത്ത് ആകെ ഒരു കാര്യമേ അന്ന് ഞാൻ ചോദിച്ചുള്ളൂ. എന്നാൽ ആ CPM-കാരോട് ഞാൻ ഈ വിഷയം ചോദിച്ചു പോലുമില്ല. സുവിശേഷ വേലയ്ക്ക് പോകുന്നോ ഇല്ലയോ ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. അത് നടക്കാൻ തന്നെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് കഴിഞ്ഞ് ഈ ബിനുവിനോട് ഞാൻ ആകെ ചോദിച്ചത്, അപ്പോൾ ഞാൻ കോളേജിലാണ് കാണാൻ പോകുന്നത്, ആകെ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ഫ്യൂച്ചറിൽ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു എനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ചോദ്യവും ചോദിച്ചില്ല. 22-ാം തീയതി ഡിസംബർ മാസത്തിൽ കണ്ടു, 26-ാം തീയതി ഉറച്ചു, 30-ാം തീയതി കല്യാണം കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ തിരിച്ചു വന്നു. അപ്പോൾ ഈ വിവാഹത്തിന് ഞാൻ ചെല്ലുന്ന സമയത്തുള്ള ആ ഒരു കഥയും കൂടെ ബിനു പറഞ്ഞേച്ച് പിന്നെ മുന്നോട്ട് പോവാം. അപ്പൊ അങ്ങനെ ഞാൻ വിവാഹത്തെ പറ്റി ആലോചിക്കുന്ന പോലും എനിക്ക് കല്യാണാലോചനകളൊന്നുമില്ല. എന്റെ പിതാവ് ഇങ്ങനെ എനിക്ക് ഒന്ന് ഗുഡ് ന്യൂസിലൊക്കെ കാണുന്നതിന് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെന്ന് തോന്നുന്നു. ആ സമയത്ത് എൻ്റെ മൂത്ത സിസ്റ്ററിന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു അമേരിക്കയിൽ നിന്ന് ഒരു പാർട്ടി വന്നു, അവരിങ്ങനെ എൻക്വയറി ചെയ്തു, നിന്നെ വന്നൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവരെന്നെ കോളേജിൽ കാണാൻ വരുന്നത്. കോളേജിൽ കാണാൻ വന്നപ്പം ഇവർ അമേരിക്കയിൽ നിന്ന് വന്നു. എനിക്ക് അമേരിക്കയിൽ പോകാൻ താല്പര്യമില്ല. TPM എന്ന് പറയല്ല, അന്ന് CPM അല്ലല്ലോ, TPM ആണ്. TPM-കാരാണ്. അപ്പൊ നമ്മുടെ വിശ്വാസമായിട്ട് പോലും ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയല്ലാത്തത് കൊണ്ട് ഞാനത് കാര്യമാക്കില്ല. എന്നാൽ ഇവരെന്നെ കണ്ടിട്ട് നേരെ ഇവരെന്റെ വീട്ടിലോട്ട് അങ്ങ് പോയി. തിരുവല്ലയിൽ എൻ്റെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. അപ്പൊ ഇവരൊരു ചങ്ങനാശ്ശേരി ആയപ്പോൾ വിളിച്ചു. അപ്പൊ എൻ്റെ ഫാദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവര് നേരെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, നീ എന്തോ പറയുന്നു എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം വേണം, എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഇവരെ വീട്ടിൽ വന്നെല്ലാം കണ്ടിട്ട് ഇവര് തിരിച്ചുപോയി. എൻ്റെ പിതാവ് പറഞ്ഞു, ഞങ്ങൾ പിറ്റേന്ന് ഇവർ അമേരിക്കയിൽ വന്നുകൊണ്ട് 2 ആഴ്ചത്തെ അവധിയുള്ളൂ, ഇവർക്ക് ധൃതിയാണ്, പിറ്റേന്ന് അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്തുവാ ചെയ്യേണ്ടത്, എനിക്ക് യാതൊരു പിടിയുമില്ല എന്തുവാ ചെയ്യേണ്ടത്. എന്നാൽ രാവിലെ ഞാൻ കോളേജിൽ പോയിട്ട് എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് അപ്പം രാവിലെ എൻ്റെ ഫാദർ വിളിച്ചു, നീ എന്തോ തീരുമാനിച്ചു? ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല അച്ചാച്ചാ എന്ന് പറഞ്ഞു. അപ്പം ഫാദർ എന്നോട് പറഞ്ഞു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, നിനക്ക് ഒരു തീരുമാനമായില്ലേ, ഞങ്ങൾ അങ്ങോട്ട് പോവാ ഏതായാലും എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പൊ ഞാൻ കോളേജിൽ ചെന്നിട്ട് എനിക്കൊരു സമാധാനമില്ലാത്തതുകൊണ്ട് ഞാൻ ക്ലാസ് കെട്ടിയത് ഒരു 1 മൈൽ പോലും ഇല്ല ചർച്ച്. ഞാൻ ചർച്ചിൽ പോയിരുന്നു. അതൊരു ബുധനാഴ്ച രാവിലെ. അപ്പം ഈ പാസ്റ്റർ അടുത്ത് പ്രാർത്ഥിക്കാൻ പലരും വരും. കാരണം വലിയ വെളിപ്പാടും ദർശനമൊക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട്, പ്രവചനമൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വെളിയിൽ നിന്നുള്ള ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്ന ദിവസമാണ് ബുധനാഴ്ച. അപ്പം പായ ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പുറകിൽ പോയിരുന്നു. പാസ്റ്റർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ബിനുവിന് ക്ലാസ് ഇല്ലയോ? അപ്പൊ ഞാൻ ഇല്ല ഉണ്ട് പാസ്റ്റർ, ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കുക എന്ന് പറഞ്ഞതും ദേവദാസനെടുത്ത്, വലിയ വെളിപ്പാടുള്ള ദേവദാസനാണ്, എടുത്തു ചോദിച്ചു, ഒരു കല്യാണാലോചനയുണ്ടല്ലേ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചു, അവർ ഏത് സഭാവിഭാഗക്കാരാണ്? ഒരു പ്രത്യേക സഭാവിഭാഗക്കാരായിട്ട് ദൈവാത്മാവ് കാണിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ TPM വിശ്വാസത്തിൽ നിന്നാന്ന് പറഞ്ഞോണ്ടേ
ഈ കല്യാണം നടക്കുമെന്നോ ദൈവഹിതമാണെന്നോ ഒന്നും എന്നോട് പറയുന്നില്ല. പക്ഷെ ഇത് മാത്രം പറഞ്ഞു, സിസ്റ്റർ ദൈവസന്നിധി ദൈവവേലയ്ക്ക് സമർപ്പണമുള്ള വ്യക്തിയാണ്. ആ TPM കല്യാണം കഴിച്ചാൽ പിന്നെ ദൈവവേല ചെയ്യാനൊക്കത്തില്ല, അത് മറന്നു പോകരുത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച ദൈവം അവരെ ആ സഭയിൽ നിന്ന് വെളിക്കൊണ്ടിരുന്നതായിട്ട് ദൈവാത്മാവിനെ കാണിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടു, വേറൊന്നും പറഞ്ഞില്ല എന്നോട്, ഞാൻ തിരിച്ചു പോന്നു. അന്ന് തന്നെ വിവാഹം ഇവര് തീരുമാനിച്ചു. 26-ാം തീയതി ഉറയ്ക്കാനും 30-ാം തീയതി കല്യാണം. എന്നിട്ടും എനിക്ക് അതിനൊരു എന്താണ് ഇത് മുന്നോട്ട് പോകുന്നത്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പെട്ടെന്ന് വിവാഹം നടക്കുകയും ഇവര് പിറ്റേ ജനുവരിയിൽ ഇവര് തിരിച്ചു പോകാനും ഇടയായി. ഞാൻ കോളേജിൽ തിരിച്ചു പോയി. എന്നാൽ അന്നേരം തൊട്ട് പുള്ളിക്കാരന് വളരെ TPM-നോടുള്ള ഇതായത് കൊണ്ട് ഞാൻ കോളേജിലാന്നേലും ഇടയ്ക്കിടയ്ക്ക് അവിടെ തൃശ്ശൂർ കുരിയച്ചിറയാണ് TPM ചർച്ച, അവിടെ പോകണമെന്ന് എന്നോട് പറയും. കാരണം അങ്ങനെ ഒരു നിർബന്ധമുണ്ട് TPM-ലുള്ളവർക്ക്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവായിരുന്നു. അതിനുശേഷം എൻ്റെ കോളേജിലെ അവിടുത്തെ ആ സെമസ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഇന്റേൺഷിപ്പാണ്. ഇന്റേൺഷിപ്പിനോട്ട് ഞാൻ തിരിച്ച് തിരുവല്ലയിൽ എൻ്റെ വീട്ടിൽ വന്നു. ആ സമയത്തേക്ക് ഞങ്ങൾക്ക് മൂത്ത മകൾ ഉണ്ടാകുവാനും ഞങ്ങൾക്ക് ഇടയായി. ദൈവം ഞങ്ങൾക്ക് മൂത്ത മകളെ അന്ന സമയത്ത് തന്നു. അങ്ങനെ വന്നിട്ട് ഞാൻ ഈ കുഞ്ഞിനെ എടുത്തത് കൊണ്ട് തിരുവല്ലയിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ താമസിക്കുമെങ്കിലും ഞാൻ തിരുവല്ല ഫെയ്ത്തോമിൽ പോകും, TPM വരുത്തും പോവും. എൻ്റെ വീട്ടിലുള്ള എൻ്റെ പിതാവും എൻ്റെ ഇളയ 2 സഹോദരങ്ങൾ, അതുകൊണ്ട് ഒരു ബ്രദർ ഒരു സിസ്റ്റർ ഉണ്ട് എനിക്ക് ഇളയത്, അവര് IPC ചർച്ചിൽ പോവും. അത്രയ്ക്ക് കടുംപിടുത്തം അന്ന് ആ സമയത്തുണ്ട്. എന്നാൽ അങ്ങനെ ഞാൻ വളരെ എനിക്കൊരു ലോൺലിനെസ് ആയി. എന്ന് വെച്ചാൽ നമ്മൾ ആത്മീയ അനുഗ്രഹങ്ങൾ എനിക്ക് TPM-ആയിട്ട് യോജിച്ചു പോകാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. മാത്രമല്ല ചില പഠിപ്പിക്കലൊക്കെ എനിക്ക് തന്നെ ഓർത്തു, അയ്യോ ഞാൻ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്നുള്ള വിചാരങ്ങളായി. പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയത്ത് സംഭവിച്ചെന്നാന്ന് വെച്ചാൽ 92 ഡിസംബർ 30-നാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 94-ല് ഇവിടെ അമേരിക്കയിലുള്ള ചർച്ചിനെ, TPM ചർച്ചിനെ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് എന്നാണ് പേര്. അത് ഈ മലയാളികൾ തന്നെ, ഇന്ത്യക്കാർ തന്നെ അല്ല, വെള്ളക്കാരും അങ്ങനെ പലരുള്ളതാണ്. ആ ചർച്ചില് ഇവിടെ ഷിക്കാഗോയിലാണ് അന്ന് ഇവർ താമസിക്കുന്നത്. ഒരു പ്രശ്നം എന്തോ ഉണ്ടാവുകയും അവിടെയുള്ള മലയാളികൾ ഒരു ഗ്രൂപ്പായിട്ട് ആ ചർച്ചിൽ നിന്ന് വെളി വരുവാനും ഇടയായി. ഏകദേശം 40 ഫാമിലിയോളം ഞങ്ങൾ അതിൽ നിന്ന് വെളി വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ തന്നെ വീടുകളിൽ നിന്ന് വളരെ നാളുകളോളം ആരാധിച്ച ശേഷം വീണ്ടും AG ചർച്ചിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ 97 മാർച്ചിൽ ഞാൻ വരുമ്പോൾ ഞാൻ TPM ചർച്ചിൽ പോകാനിടയായില്ല, AG ചർച്ചിലാണ്. അത് ദൈവത്തിന്റെ വലിയ പ്ലാനായിട്ട്, അത് ഞാൻ ആ ചർച്ചിനെ കുറ്റം പറയുന്നതല്ല, ഞങ്ങളെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ വലുതായിരുന്നത് കൊണ്ട് ഞങ്ങളെ ദൈവ ആ സഭയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ആ ദൈവദാസൻ അന്ന് പറഞ്ഞതുപോലെ വർഷങ്ങൾ എടുത്തു എങ്കിലും അത് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ എൻ്റെ വിളി എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാവല്ലേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളെ പറ്റി രണ്ടുപേരെയും പറ്റിയുള്ള വിളി ദൈവം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഇടയാക്കിയില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ അപ്പോഴത്തേക്ക് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് 94-ൽ എൻ്റെ എല്ലാം ഫിനിഷ് ചെയ്ത് 2 വർഷം കേരള ഗവൺമെന്റിൽ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ജോലി ചെയ്യുവാനും, 2 അല്ല ഓൾമോസ്റ്റ് 3 വർഷം ജോലി ചെയ്യുവാനും ദൈവം എനിക്ക് ഇടയാക്കി. 94 മുതൽ പത്തനംതിട്ടയിലെ ഡിസ്ട്രിക്ട് ഓഫീസിൽ എനിക്ക് ജോലി ചെയ്യാനിടയായി. ആ സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ പേപ്പർ വർക്കിനെല്ലാം, അമേരിക്കയിൽ കടന്നു വരാനുള്ള പേപ്പർ വർക്കിനെല്ലാം ഒത്തിരി തടസ്സങ്ങളുണ്ടായി. തടസ്സങ്ങൾ എൻ്റെ പാസ്പോർട്ട് തൊട്ട് ഓരോ കാര്യത്തിനും തടസ്സങ്ങളാണ്. ആ തടസ്സം അപ്പം നമ്മൾ ഓർക്ക് ഇത് എന്താ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത്രയും തടസ്സം, ഞാൻ വളരെ നിനക്ക് വേണ്ടി നിന്നതാണല്ലോ, ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം ദൈവാത്മാവ് ഈ പാസ്റ്ററിൽ കൂടെ, എൻ്റെ മണ്ണുത്തിലെ ദേവദാസിനെ കൂടെ തന്നെ എന്നോട് പറഞ്ഞു, ഇത് നിന്നെ പണിയുന്ന സമയങ്ങളാണ്, അല്ലെങ്കിൽ നീ അമേരിക്കയിൽ പോയി എൻ്റെ സന്നിധി നിൽക്കാൻ നിനക്ക് കഴിയുകയില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ പണിതെടുക്കുക. ആ സമയത്താണ് ഞാൻ ഉപവസിക്കാനും, പെന്തിക്കോസ്ത് ജനിച്ചു വളർന്നെങ്കിൽ കൂടി ഉപവസിക്കുവാനും ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് വിടുതൽ ഏറ്റെടുക്കുവാനും ഒക്കെയുമുള്ള ദൈവം പ്രാർത്ഥിപ്പാൻ എന്നെ ശരിക്കും പഠിപ്പിക്കുവാനിടയായി. അങ്ങനെ അനേക വിടുതലുകളും എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിക്കാനിടയായി. അങ്ങനെ 97-ലാണ് ഞാൻ അമേരിക്കയിലേക്ക് കടന്നു. ഓൾമോസ്റ്റ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 വർഷം അന്നേരം ആവുന്നുണ്ട്. മൂത്ത മോക്ക് 3 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് 97 മാർച്ചിൽ ഞാൻ അമേരിക്കയിൽ കടന്നു വന്നു. അപ്പൊ അമേരിക്കയിൽ കടന്നു വരുന്നത്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അമേരിക്കയിൽ കടന്നു വരുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസം പ്രാർത്ഥിച്ച് നമ്മളെല്ലാം അടുക്കിക്കൊണ്ടൊക്കെ ഇരുത്തി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ സന്തോഷം, ഇത്രയും നാൾ ആഗ്രഹിച്ച് നമ്മൾ കടന്നു വരിക. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ അന്ന് ആമലൂർ IPC ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു ദേവദാസി, ഞങ്ങൾ പിച്ചനാട്ട് തങ്കമാമയെന്ന് വിളിക്കും, ഇപ്പൊ ആ ദേവദാസി ജീവനോടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, ഒരു പ്രവചന ശുശ്രൂഷയുള്ള ദേവദാസിയാണ്. ആ അമ്മാമ്മ ഓടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു, മോള് പോവല്ലയോ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു,
ഭൗതികമായ കാര്യത്തിന് ജോലി അല്ല, ദൈവിക ശുശ്രൂഷയിലാണ് നിങ്ങൾ അവിടെ ആകാൻ പോകുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ആക്ച്വലി പറഞ്ഞ ഒരു ചെറിയ നീരസം പോലെ തോന്നി. എന്ന് വെച്ചാൽ ഞാനൊരു വെറ്റിനറി ഡോക്ടർ, ഇത്രയും നാള് നാട്ടിൽ ഗസറ്റഡ് പോസ്റ്റാണ് വെറ്റിനറി ഡോക്ടർക്ക് ജോലി ചെയ്തിട്ട് ഞാൻ അമേരിക്ക പോയി സുവിശേഷ വേല ചെയ്യുകയാണോ, അല്ല ജോലിയോടുകൂടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് എന്റെ മനസ്സിൽ തോന്നി. എന്നാൽ ഞാൻ 97 വന്നു. 98 രണ്ടാമത്തെ മകള് ഞങ്ങൾക്ക് ജനിക്കുവാനിടയായി. അങ്ങനെ ബൈച്ചാന്റെ പേരൻസ് ഉണ്ട്, ഇളയൊരു ബ്രദർ മാത്രമേ ഉള്ളൂ ബൈച്ചാന്. അപ്പൊ പേരൻസോട് ഞങ്ങൾ ഒരുമിച്ച് ഒരു നല്ല വലിയൊരു വീട് വാങ്ങിച്ചു. വളരെ അന്ന് ബൈച്ചാൻ അന്ന് മോട്ടറോളയിൽ ഒരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാണ്. അങ്ങനെ അമേരിക്കൻ ഡ്രീം എന്നൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ വലിയ വീട്, നല്ല കാറ്, അങ്ങനെ എല്ലാ രീതിയിലും അങ്ങോട്ട് പോവാണ്. പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ ട്രാൻസ്ക്രിപ്റ്റുകളൊക്കെ വന്ന് ഞാൻ ഇവിടെ പരീക്ഷയൊക്കെ എഴുതി ലൈസൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാനൊക്കെയുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഒരു ചെറിയ ജോലി പാർട്ട് ടൈം ചെയ്യുമായിരുന്നു. അതിനോടുകൂടെ എൻ്റെ ബോർഡൊക്കെ ഇവിടുത്തെ അമേരിക്കയിലെ പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒരു ടെക്നീഷ്യനായിട്ട് ഞാനൊരു ജോലി കയറി, ഇവിടുത്തെ സിസ്റ്റം ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ ഇതൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത വരും. ഒരു മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുത്ത് കൊള്ളും. കർത്താവെ, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, നോർത്ത് ഇന്ത്യയിലൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചു, ഇപ്പൊ ഞാൻ ഇതിലിങ്ങനെ പോവാ, ഈ ഒഴുക്കിലിങ്ങനെ പോവാണല്ലോ എന്നൊരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ കൊണ്ടുവരും. അങ്ങനെ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് ഇനി അങ്ങനെ ഒരു ലൈഫ് എനിക്ക് ഉണ്ടാവുമോ, ദൈവവേല ഞാൻ മുന്നോട്ട് വരുമോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഇപ്പൊ ഞാൻ ശരിക്കും എനിക്ക് 2001 മാർച്ചിലാണോ ഏപ്രിലാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. മാർച്ചാണെന്ന് ഞാൻ വിചാരിക്കും, കാരണം നല്ല സ്നോ പെയ്യുന്ന ഒരു സമയമാണ് ഷിക്കാഗോയിൽ. അന്ന് ബൈച്ചാൻ മോട്ടറോളായി ജോലി ചെയ്യുന്നത്, ഞങ്ങൾ നേപ്പർവിൽ എന്നൊരു സിറ്റിയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് പുള്ളിയുടെ ഓഫീസിൽ നിന്ന് അവിടെ വരണമെങ്കിൽ, എസ്പെഷ്യലി സ്നോ ഒക്കെ പെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും ട്രാഫിക്കിലൊക്കെ കിടന്ന് വീട്ടിൽ വരണേല്. അപ്പം ഡാഡി മമ്മി ജോലി ചെയ്യുന്നവരാണ്, അവര് ജോലിക്ക് പോയി. അപ്പൊ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ വീട്ടിലുണ്ട്. അപ്പൊ വൈകുന്നേരം രാത്രി ഒരു 9-9:30 ആയി കാണും. ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോയി. അവരെ ആ റൂമിൽ ആ കൗച്ചയിലോട്ട് അല്ലെ സോഫയിലോട്ട് കിടത്തിയിട്ട് ഞാൻ നിലത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ദൈവസേന ഇങ്ങനെ എന്തൊക്കെയോ ദൈവസേന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ബൈച്ചാൻ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ലേറ്റ് ആവുമെന്ന് തോന്നുന്നു, ട്രാഫിക്കിൽ കിടക്കുക എന്ന് പറഞ്ഞു. ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞു ഉറങ്ങിപ്പോയി. അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്തെടുക്കുക എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞോണ്ടേ എടുത്ത വായിൽ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ച് ജോലി ഒന്നും കളഞ്ഞേക്കല്ലേ എന്ന് എന്നോട് എടുത്ത വായി പറഞ്ഞു. പക്ഷേ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ അതിന്നൊരു 2 ആഴ്ച പോലും ആയില്ല. ഏപ്രിൽ 12 എനിവേ 2-3 ആഴ്ച പോലും ആയില്ല. പെട്ടെന്ന് ആ മോട്ടറോളയിൽ പുള്ളി നല്ലൊരു പൊസിഷനിൽ ഒരു പ്രൊജക്ട് മാനേജറായിട്ടൊന്ന് ജോലി ചെയ്യുന്ന വ്യക്തിക്ക്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, അമേരിക്കയിൽ പഠിച്ച ആള്, പ്രൊജക്ട് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ മോട്ടറോള ഷട്ട് ചെയ്ത് ലേ ഓഫ് ആകുവാനും ബൈച്ചാന്റെ ജോലി പെട്ടെന്ന് ലേ ഓഫ് ആകുവാനും ഇടയായി. അപ്പം പുള്ളിക്കാരനാണ് മെയിൻ ഇൻകം. ഞാനന്ന് പാർട്ട് ടൈം ഇങ്ങനെ ഒരു ടെക്കായിട്ടും പോസ്റ്റ് ഓഫീസിൽ പാർട്ട് ടൈം ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ പഠിത്തമെല്ലാം, എനിക്ക് ലൈസൻസ് ലഭിച്ചിട്ടില്ല, മുന്നോട്ട് പോകത്തില്ല. എന്നാൽ അതറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇനി പുതിയ ജോലി കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പെട്ടെന്ന് സമയം ഒത്തിരി പോകുന്നെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരുടെ അനുഭവം അല്ലേ, അപ്പോൾ രണ്ടുപേർക്കുള്ള അനുഭവം പറയുമ്പോൾ സമയം പോയത് കൊണ്ട് കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഇമ്പോർട്ടന്റ് ഇതായിട്ട് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഉപവാസം ഇരിക്കുക, എന്തിനാ? ജോലി കിട്ടാൻ, നല്ലൊരു ജോലി കിട്ടണം. പേരൻസ്, ബൈച്ചാന്റെ പേരൻസും ഞങ്ങൾ ഉപവാസം ഇരിക്കുമ്പം പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ ഇപ്പോഴ് ഒർലാൻഡോയിലായിരിക്കുന്ന ദേവദാസൻ പാസ്റ്റർ ജേക്കബ് മാത്യു, അന്ന് ICPF സ്റ്റാഫ് വർക്കറായിട്ട് നാട്ടിലാണെന്ന്. ആ ദേവദാസന് ഷിക്കാഗോയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നു. അപ്പം ബൈച്ചാൻ ICPF പറ്റി അറിയത്തില്ല, പാസ്റ്റർ ജേക്കബ് മാത്യുവിനെ പറ്റി അറിയത്തില്ല. ഈ ദേവദാസിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ ഒരാൾ ഞങ്ങളോട് വിളിച്ചു ചോദിക്കുകയും ആ ദേവദാസിനെ പിക്ക് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാനിടയായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉപവാസം വന്നിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഉപവാസം ഇരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിലെ 1-2 പേരും ഞങ്ങൾ ഉപവാസം ഇരുന്ന സമയത്ത് അന്ന് പെട്ടെന്ന് ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് ഈ ദൈവദാസന് ഒരു ദർശനം ദൈവം കൊടുക്കുകയാണ്. അതേ ദർശനം തന്നെ അവിടെ ഇരിക്കുന്ന വേറെ ആന്റി, ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആന്റിക്ക് കൊടുക്കുക. ദർശനം എന്തുവാന്ന് വെച്ചാൽ,
രണ്ടുപേരും ഒരേ സമയത്ത് ഞങ്ങൾ കുറെ നേരം ആത്മാവിൽ ആരാധിച്ചു കഴിഞ്ഞോടെ പാസ്റ്റർ പറഞ്ഞു, അല്ല ജെ.കെ. മാത്യു പാസ്റ്റർ പറഞ്ഞു, എനിക്ക് ദൈവം ഒരു ദർശനം തന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ആന്റി പറഞ്ഞു, എനിക്ക് ദൈവം ഒരു ദർശനം തന്നു. പറയുമ്പോൾ രണ്ടുപേരും ഒരേ ദർശനമാണ് കാണുന്നത്. കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങുന്നു. അതൊരു വലിയ മഴയ്ക്കുള്ള ഒരു മേഘം പൊങ്ങുന്നു. എന്നിട്ട് ദേവദാസൻ പെട്ടെന്ന് പറഞ്ഞു, ബൈജുവിനെ ദൈവ വിളി ഉണ്ട്, ദൈവം വിളിയിലേക്ക് ഇറക്കുന്നതായിട്ട് ദൈവാത്മാവ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണെന്ന് നമ്മളത് കേട്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു ജൂൺ ആയപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചർച്ചയിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വായിച്ചാൻ എന്നോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ദൈവം എന്നെ ജോലി നോക്കണ്ട, ദൈവവേലയ്ക്ക് മുന്നോട്ട് വരണം എന്നുള്ള സമയമായെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അപ്പൊ അത് തന്നെ ഞാനും അങ്ങോട്ട് പറയുക, എനിക്കും അത് തന്നെ തോന്നുന്നു, നമ്മൾ ദൈവവേലയ്ക്ക് മുന്നോട്ട് ഇറങ്ങണം, ഇനി നമ്മൾ ജോലിക്ക് വേണ്ടി നോക്കരുത് എന്ന് എൻ്റെ മനസ്സിലും പറയുക. അങ്ങനെ പതുക്കെ ഞങ്ങളത് വീട്ടിൽ പറഞ്ഞു. അത് വളരെ നന്നായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തില്ല. കാര്യം വെച്ചാല് ബൈജാന്റെ മമ്മി പ്രത്യേകിച്ച് അമേരിക്ക വരാൻ തന്നെ കാര്യം കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെന്ന് വിചാരിച്ചാണ്. അവർ നല്ല ജോലി ഭോപ്പാലിൽ ഭാരത് ഹെവി ഇലക്ട്രിക്സ് എന്ന് പറയുന്ന അത് ചെയ്തുകൊണ്ടിരുന്നത് കളഞ്ഞാണ് രണ്ടുപേരും അമേരിക്കയിൽ വന്ന് ചെറിയ ജോലികൾ ചെയ്യുക. എന്തിനാണ് ഇവർ രണ്ടുപേരെയും പറ്റിയുള്ള നന്നായി പോണമെന്ന്. അപ്പൊ അത് വിട്ട് പിന്നെ CPM ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അവർ രണ്ടുപേരും ഉണ്ട്. അങ്ങനെ ഒരു വേലയെ പറ്റി അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതിന് വലിയ താല്പര്യമില്ല. എനിക്കാണ് നല്ലൊരു ഇൻകം ഇല്ല, നല്ല ജോലിയില്ല, ഞങ്ങളൊരു വലിയ വീടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ച വീടാണ്, പേരൻസും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ മുന്നിൽ വന്നു. എന്നാൽ പാസ്റ്റർ ജെ.കെ. മാത്യു നാട്ടിൽ പോകുന്ന സമയത്ത് പറഞ്ഞു, ബൈജു നാട്ടിൽ വരണം, ICPF-ന്റെ ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയി. അതേസമയം ഞങ്ങളുടെ ചർച്ചില് ഷിക്കാഗോയിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ചർച്ചിലാണ്, അതിന് പാസ്റ്റർ അറിയുമെന്ന് അറിയത്തില്ല, പാസ്റ്റർ സജി ലൂക്കോസ് എന്ന് പറയുന്ന ദേവദാസൻ നാഗ്പൂർ കേന്ദ്രമായിട്ടുള്ള മിഷൻ ഇന്ത്യ റിമി എന്ന് പറയുന്ന ആ ദേവദാസ്, ഞങ്ങൾ ഒരു ചർച്ചിലെ മെമ്പേഴ്സ് ആണ്. അപ്പം സജി ലൂക്കോസ് പാസ്റ്ററിനെ സംബന്ധിച്ച് എല്ലാവരും എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ദേവദാസിനും ബൈജാനും പറഞ്ഞു, ബൈജുവിന് നല്ല ഭാഷയുണ്ട്, ഹിന്ദി നന്നായിട്ട് കൈകാര്യം ചെയ്യും, ഇംഗ്ലീഷ് എല്ലാം കൈകാര്യം ചെയ്യും, ബൈജു നാട്ടിൽ വരണം, ഞങ്ങളുടെ മിഷൻ ഇന്ത്യ നാഗ്പൂരിൽ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ബൈജൻ തീരുമാനമെടുത്തു, നോർത്ത് ഇന്ത്യയിലേക്ക് ഒന്ന് പോകണം എന്ന് തീരുമാനമെടുത്തു. അപ്പോ ഒരു ചെറിയ ഭയം എനിക്കുണ്ടായി. ഭയം ഉണ്ടെന്ന് പറഞ്ഞാൽ 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇളയ കുഞ്ഞിന് 3 വയസ്സ്, മൂത്ത കുഞ്ഞിന് 7 വയസ്സ് കാണും. അപ്പോഴ് എനിക്കാണെങ്കിൽ ചെറിയ ജോലിയേ ഉള്ളൂ. അന്ന് എല്ലാം കൂടെ എങ്ങനെ ആകും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു. അപ്പൊ ഞാനെന്നാ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങൾ ഓഗസ്റ്റിൽ നാട്ടിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു, 2001 ഓഗസ്റ്റിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു മീറ്റിംഗ് ഞങ്ങളുടെ ചർച്ചിൽ നടക്കുകയാണ്, ഒരു കൺവെൻഷൻ. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ഹിതമാണ് ബൈജാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകേണ്ടതെങ്കിൽ, ഈ സമയത്ത് ഞങ്ങൾ ദൈവത്തിലേക്ക് ഇറങ്ങേണ്ടതെങ്കിൽ എന്നോട് സംസാരിക്കണമേ, നീ എന്ന് എന്നോട് സംസാരിക്കണം, എനിക്കൊരു വാഗ്ദത്തം നീ തരണം, ഞാൻ അതിൽ പിടിച്ച് മുന്നോട്ട് പൊക്കോളാം, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പൊക്കോളാം ദൈവസനെ പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് ഞങ്ങളുടെ ചർച്ച നടക്കുന്ന കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നത് ഇപ്പോൾ സ്വർഗീയ വിരുന്ന് എന്ന് പറയുന്ന സംഘടനയോട് നിൽക്കുന്ന തോമസ് ഊട്ടി എന്ന് പറയുന്ന ദേവദാസന. അന്ന് പുള്ളി ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്ററാണെന്നാണ് എൻ്റെ വിചാരം. ആ പുള്ളിക്കാരൻ്റെ ഒരു കസിൻ ഞങ്ങളുടെ ചർച്ചിലുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ചർച്ചിൽ അന്ന് വന്നത്. ആ ദേവദാസൻ അന്ന് പ്രസംഗിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നും ഏലിയാവിനെ സാരെഫാത്തിലെ വിധവയുടെ അടുത്ത് അയച്ചപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേൽ അനേക വിധവമാരുണ്ടായിരുന്നെങ്കിലും ആ സാരെഫാത്തിലെ വിധവയുടെ അടുത്താണ് ഏലിയാവിനെ അയച്ചത്. ആ വിഷയമെടുത്ത് പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ചെവിയിലേക്ക് ഞാൻ വീണ്ടും ദൈവശബ്ദം കേൾക്കുകയാണ്. ദൈവശബ്ദം ഇങ്ങനെയാണ്, നിന്നെക്കൊള്ളത് ഈ ഏലിയാവിന് കൊടുക്ക്, ഈ ക്ഷാമം കഴിയുന്നത് വരെ നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, നിന്റെ എണ്ണ വറ്റിപ്പോവുകയില്ല എന്നൊരു ദൈവശബ്ദം ഞാൻ കേൾക്കുവാനിടയായി. അങ്ങനെ ഞാന് വീട്ടിൽ വരുന്ന വഴി ഞാൻ പറഞ്ഞു, അന്ന് ഉള്ള സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബാങ്കിൽ ബൈജാന് കുറച്ച് സ്റ്റുഡൻറ് ലോൺ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളുടെ ബാങ്കിൽ $1500 ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് വലിയ ഇൻകം ഒന്നും ഇല്ല.
ആ പൈസ എടുത്ത്, അതായിരുന്നു ഞങ്ങളുടെ അപ്പം, ഞങ്ങളുടെ ഏലിയാവിന് കൊടുത്ത അപ്പം എന്ന് പറഞ്ഞാൽ $1500 ആയിരുന്നു. ആ പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് നോർത്ത് ഇന്ത്യയിലേക്ക് ഞാൻ പോവുകയാണ്. അങ്ങനെ 2001 ഓഗസ്റ്റില് നോർത്ത് ഇന്ത്യയിൽ പോയി, നാഗ്പൂരിൽ ആദ്യം പോയി, അവിടെയൊക്കെ യാത്ര ചെയ്ത് കേരളത്തിൽ പോയി ICPF ക്യാമ്പിനൊക്കെയും പങ്കെടുത്ത് തിരിച്ചു വന്ന വളരെ എന്തൂസിയാസത്തോടാണ് പുള്ളിക്കാരൻ തിരിച്ചു പറയുന്നത്. തിരിച്ചു വരുന്ന 2001 സെപ്റ്റംബറിലാണ്. അത് 9/11 സംഭവിച്ചതിന്റെ പിറ്റേ ആഴ്ച. അപ്പൊ ഫ്ലൈറ്റ് ഒന്നും വരാതിരിക്കുന്ന സമയത്ത് അതിലൊക്കെ വളരെ കഥകളുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എനിവേ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ICPF ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു, ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോവുകയാണ്, നോർത്ത് ഇന്ത്യയുടെ കോർഡിനേറ്ററായിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നും വിചാരിക്കുകയാണ്, കർത്താവ്, ഈ 2 കൊച്ചു കുഞ്ഞുങ്ങളെ, ഒരു കുഞ്ഞാനെ അമേരിക്ക ജനിച്ച ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ പൊടിയൊക്കെ ഉള്ളിടത്ത് നോർത്ത് ഇന്ത്യയിൽ പോയി ഞങ്ങൾ എങ്ങനെ ആയിത്തീരും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അങ്ങനെയാണ് ദൈവഹിതമെങ്കിൽ എങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ നമ്മുടെ വലിയൊരു ചർച്ചാണ്, 250 പേരുള്ള ചർച്ച ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരാൾ സംസാരിക്കുന്ന കേൾക്കുകയാണ്, ബൈജുവിന്റെ ജോലി പോയി, ബിനുവിന്റെ ലൈസൻസ് തൊട്ട് കിട്ടിയിട്ടുമില്ല, അപ്പൊ ഇപ്പൊ ഏറ്റവും നല്ല പണി ദൈവവേലയാണ്, അപ്പൊ അതുകൊണ്ട് അവര് ദൈവവേലയ്ക്ക് പോകാൻ തീരുമാനിച്ചു, ഇങ്ങനെ പറയുന്നത് കേട്ടു. അതെനിക്ക് വളരെ അഫക്ട് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, ഞങ്ങൾ നിമിത്തം നിന്റെ നാമത്തിന് ഒരു അപമാനം വരാൻ ഇടയാവരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഏതായാലും കൊള്ളാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ പ്രോസസ്സ് എല്ലാം, എൻ്റെ ലൈസൻസിങ്ങിന്റെ എക്സാം എല്ലാം പെട്ടെന്ന് എനിക്ക് ക്ലിയർ ചെയ്യുവാനും 2002 എനിക്ക് അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1 വർഷം ഇവിടുത്തെ പഠിക്കണം, ഇന്റേൺഷിപ്പ് പോലെ ചെയ്തെങ്കിലേ നമുക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ. 2002 ജൂണില് പുള്ളി നോർത്ത് ഇന്ത്യക്ക് പോകാൻ വിചാരിക്കുന്ന സമയത്ത് മാർച്ച് ആയപ്പോഴാണ് പെട്ടെന്ന് എന്നെ ഇന്റർവ്യൂവിന് അവിടെ വിളിക്കുകയും എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുവാനിടയായി. അങ്ങനെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോകുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ വായിച്ചാൻ അപ്പോഴത്തേക്ക് ഒരു ചെറിയ ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ പോയി എൻ്റെ പഠിത്തം പൂർത്തിയായി 2003 എനിക്ക് വെറ്റിനറി ലൈസൻസ് ലഭിക്കാനും ഇവിടെ അന്ന് തൊട്ട് ഇന്ന് വരെയും പ്രാക്ടീസ് ചെയ്യുവാനും ദൈവം ഇടയാക്കി. അതിന്റെ നടുക്ക് ഞാൻ 2 കാര്യം പറഞ്ഞോട്ടെ. 2 വിശ്വാസം ഉറപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. 9/11 കാര്യം പറഞ്ഞു, അത് പറയണ്ടെന്ന് പറഞ്ഞതും ഞാൻ പറയാതിരിക്കാൻ വഴിയില്ല. 9/11 പോകുന്ന സമയത്ത്, ഈ ഓഗസ്റ്റ് മാസം പോകുന്ന സമയത്ത് എൻ്റെ ഫാദർ എന്നോട് ഭയങ്കര വഴക്കായി. പുള്ളിക്കാരനാണ് വണ്ടി ഓടിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോകത്തില്ല. അപ്പോൾ ആ സമയത്താണ് ജോർസി കുരുവിള എന്ന് പറയുന്ന നമ്മുടെ NTCയുടെ പ്രിൻസിപ്പൾ ആയിരിക്കും ജോർസി കുരുവിള സണിച്ചാൻ വരികയും പുള്ളിക്കാരൻ്റെ മീറ്റിംഗ് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ അന്ന് ഞാനാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഡാഡി ചെന്നേച്ച് പുള്ളിക്കാരനോട്, ഡാഡി മമ്മി ചെന്നേച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും പാസ്റ്ററെ, പുള്ളിക്കാരനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം, ഇങ്ങനെ പിള്ളേരെയും എല്ലാം വിട്ടേച്ച് സുവിശേഷ വേലയ്ക്ക് പോകാനല്ല. അപ്പൊ സണിച്ചാൻ പറഞ്ഞു, എന്നോടാണ് നിങ്ങൾ പറയുന്നത് അവനെ സുവിശേഷ വേലയ്ക്ക് വിടരുത്, ഞാൻ ഇതെല്ലാം വിട്ടേച്ച് പോയി കഴിച്ച് ഞാൻ എങ്ങനെ പറയാൻ നോക്കും? അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ നാട്ടിലേക്ക് പോയി. അപ്പൊ എൻ്റെ മനസ്സിൽ ഡാഡി എയർപോർട്ടിൽ കൊണ്ടുവിടത്തുമില്ല, ബിനു എയർപോർട്ടിൽ കൊണ്ടുവിടാൻ എങ്ങനെ കൊണ്ടുവിടുമെന്ന് അറിയത്തുമില്ല, എങ്ങനെ പോകുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അന്ന് ബിനു കൊണ്ടുപോകാന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളിക്കാരിക്ക് ജോലിക്ക് ഇച്ചിരി താമസമായി കഴിഞ്ഞപ്പോൾ അവസാനം നമ്മൾ ഫ്ലീസ് ഇട്ടത് ഡാഡി തന്നെ കൊണ്ടുപോകണം, ഡാഡി തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഡാഡി തന്നെ കൊണ്ടുപോകേണ്ടി വന്നു. ഇത് നടക്കുമ്പോൾ തന്നെ എൻ്റെ മോടെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 18. അപ്പൊ ഞാൻ 17 തിരിച്ച് അമേരിക്കയിൽ വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കാരണം കൊച്ചിന്റെ ബർത്ത്ഡേക്ക് വരണം, അവൾ പ്രോമിസ് ചെയ്യിപ്പിച്ചു 17 തന്നെ തിരിച്ചു വരുമെന്ന്. അന്നേരമാണ് ഞാൻ നാട്ടിൽ പോയി, ഡാഡി തന്നെ കൊണ്ടുവിട്ടു, ഒരു ഹഗ് പോലും തരാതാണ് എന്നെ എയർപോർട്ടിൽ വിട്ടത്. എന്നിട്ട് ഞാൻ തിരിച്ച് വരുന്നതിൻ്റെ 4 ദിവസം മുമ്പാണ് 9/11 സംഭവിക്കുന്നത്. 9/11 വന്നു, സകല ഫ്ലൈറ്റുകളും ക്യാൻസലായി. തിരിച്ചു വരുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചിരുന്നത്, എങ്ങനെയോ ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് എങ്ങനെയും അമേരിക്കയിൽ പോകണം, കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ വഴക്കുണ്ടാകും, അമേരിക്ക വന്ന് പൊട്ടിക്കും, ഞാൻ അമേരിക്കൻ സിറ്റിസണാണ്, എന്നെ തിരിച്ചു വിടണമെന്ന് പറഞ്ഞു. എങ്ങനെയോ ബോംബെയിൽ വരെ എത്തിച്ചു. ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റിൽ ഞാൻ ഫ്രാൻസിൽ പോയി, എയർ ഫ്രാൻസിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവിടെ നിന്ന അറ്റൻഡൻ്റ് ആണ് എന്നെ എങ്ങനെയോ ഫ്രാൻസ് വരെ എത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല, അക്കോമഡേഷനും തരത്തില്ല. ഫ്രാൻസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മൈലോളം ആൾക്കാർ നിൽക്കുകയാണ് അമേരിക്കയിൽ വരാൻ ടിക്കറ്റിന് വേണ്ടി. എല്ലാവരും എയർപോർട്ടിൽ തങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ പെണ്ണുമ്പളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയും വെയിറ്റ് ലിസ്റ്റിൽ ഒന്ന് നമ്പർ ഇട്ട് തരാൻ പറഞ്ഞു. 370 ഓർ സംതിങ് ആയിരുന്നു എൻ്റെ വെയിറ്റ് ലിസ്റ്റ് അന്ന്.
16th ഞാൻ അവിടെ ചെല്ലുന്നത്. 16th രാത്രി കഴിഞ്ഞു, 17th മോർണിംഗ് ആയി. അന്നേരം അല്ല, പെട്ടെന്ന് പറഞ്ഞു ഒരു ഫ്ലൈറ്റ്, യാതൊരു സാധ്യതയുമില്ല, ഫ്ലൈറ്റിന് ഓപ്പണിംഗ് എന്ന് പറഞ്ഞു. ഓപ്പണിങ്ങിന് ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുക കയറാൻ, നമ്മളെ വിളിക്കുമോ? അപ്പോഴത്തേക്ക് ആ ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പം വൈകുന്നേരം വേറൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതേ കയറ്റി വിടാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം ലൈനിൽ നിന്നു. അതിൻ്റെ ആൾക്കാരെല്ലാം കയറി. അതാണ് ആദ്യത്തെ ഫ്ലൈറ്റ് ഇവിടെ വരുന്നത്, ഫ്രാൻസിൽ. അപ്പോൾ അതേ കയറാൻ വേണ്ടി ആൾക്കാരെല്ലാം പോയി. അപ്പോഴും നമ്മൾ നിരാശരായി. ഒന്ന്, ഫാദർ പറയും നീ അനുസരണം കെട്ടാണ് പോയത്, അതുകൊണ്ട് നിനക്കത് വരണം. കൊച്ചിനോട് പ്രോമിസ് ചെയ്തു, പറഞ്ഞ് സുവിശേഷ വേലയ്ക്ക് പോയത് ഇതാണ്, അപ്പൻ ഒരിക്കലും പ്രോമിസ് കീപ്പ് ചെയ്യത്തില്ല. ഇതെല്ലാം വെച്ച് അവിടെ നിരാശനായിരിക്കുമ്പോൾ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദൈവം നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അവസാനം ഗേറ്റ് അടച്ചു, ഫ്ലൈറ്റ് പുറപ്പെടുവാൻ തയ്യാറായെന്ന് അനൗൺസ് ചെയ്തു. അന്നേരം ഒരു കോൾ വന്നു, എവിടെ ബൈജു തെല്ലുണ്ട്. ആ ലാസ്റ്റ് സീറ്റിൽ എനിക്ക് കിട്ടി. ആ 17th ഈവനിങ് തന്നെ ഞാൻ അമേരിക്കയിൽ വന്നു. ദൈവം വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന കാര്യം അത് ഒരു കഥ. തിരിച്ചു വന്ന് എൻ്റെ ഫാദർ തന്നെയാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നതും. കാരണം കരഞ്ഞുകൊണ്ടാണ് വന്നത്, കാരണം ഞാൻ ചത്തുപോവോ എന്നുള്ള ഒരു ചിന്തയും ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ മോക്കും അതൊരു വിശ്വാസം ഉറപ്പിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ബിനു ജോലിക്ക് പോയി, പഠിക്കാൻ പോകുമ്പോൾ ആഴ്ചയിൽ 2 ഇരിക്കുമ്പോൾ തിരിച്ചു വരും. ഒരു പ്രാവശ്യം ഞാൻ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ജോലി അന്ന് ഒരു ഗ്യാപ്പ് പീരീഡ്. അപ്പോൾ ഇച്ചിരി കാശുണ്ട്, വീട്ടിലെ മോർട്ട്ഗേജ് പേ ചെയ്യണം. പോകുന്ന വഴിക്ക് ഷിക്കാഗോ ടു അയോവ 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട എന്ന് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ഉള്ള വണ്ടി ആയതുകൊണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വണ്ടി ആയതുകൊണ്ട് വണ്ടി പോകുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ടു. വണ്ടി ഒരു ഗിയറിലേ പോകുന്നുള്ളൂ. അതിൻ്റെ ഗിയർ മെക്കാനിസം പൊട്ടിപ്പോയി. പുത്തൻ വണ്ടിയാണ്, 1.5 വർഷം കണ്ടേ ആയുള്ളൂ പുത്തൻ വണ്ടി മേടിച്ചത്. ഏതായാലും എങ്ങനെയോ തിരിച്ച് അവിടെ കൊണ്ടുവിട്ടു. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മെക്കാനിക്കിനെ വിളിച്ചു. എൻ്റെ ബാങ്കിൽ അന്ന് ഉണ്ടായിരുന്ന കാശ് $2,500. അപ്പോൾ അടുത്ത മാസത്തെ മോർട്ട്ഗേജ് കൊടുക്കണം, അതിൻ്റെ കൂടെ ബിനുവിൻ്റെ റെന്റ് കൊടുക്കണം. ഇതെല്ലാം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാപ്പ് പീരീഡിലേക്ക് കാര്യം നടക്കും എന്നുള്ള ഒരു ചിന്തയിൽ തിരിച്ചു വരുമ്പോൾ മെക്കാനിക്കിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മെക്കാനിക്ക് പറഞ്ഞു എത്ര രൂപയാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു $2,500 ആവുമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയോ വണ്ടി ഓടിച്ച് മെക്കാനിക്കിനെ അവിടെ കൊണ്ടുവന്നു. വണ്ടി ശരിയാക്കാൻ പറഞ്ഞു. ഡാഡിയോട് പറഞ്ഞു വന്ന് വിളിക്കാൻ പറഞ്ഞു. ഡാഡി വിളിക്കാൻ വന്ന് എന്നെ വിളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞ് വണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എത്ര രൂപ ആവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു $2,500 ആവുമെന്ന് പറഞ്ഞു. 2,500 എത്ര രൂപ ഉണ്ട് ഇതിൻ്റെ ബാങ്കിൽ? $2,500 ആണ്. അപ്പം ഡാഡി എന്നോട് ചോദിച്ചു, ഇനി നമ്മുടെ കാര്യം എങ്ങനെ? കാരണം അത് സ്വാഭാവികമായി വരുന്ന, അവർ ചെറിയ ജോലി ചെയ്യുന്നു, വലിയ ജോലിയൊന്നും ചെയ്യുന്നതല്ല. നല്ല വലിയ വീടുവാ, അതിൻ്റെ മോർട്ട്ഗേജ് ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെ കാര്യങ്ങൾ? എൻ്റെ ബ്രദർ എന്ന് കോളേജിലാണ്. അപ്പോൾ തിരിച്ച് അതും വിശ്വാസം ഉറപ്പിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് വരുന്ന, ഡാഡി എന്നെ പിക്ക് ചെയ്തു. ഈ സങ്കടത്തോടാണ് തിരിച്ചു പോകുന്നത്. വരുന്നതിൻ്റെ പകുതി വഴിയായപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഫാദർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കൺസൾട്ടൻ്റ് ആയിട്ട് 6 മാസത്തേക്ക്, 6 മാസം മാത്രമേ ഉള്ളായിരുന്നു ബിനുവിന് പിന്നെ പഠിക്കാനുള്ളത്. 6 മാസത്തേക്ക് നിനക്ക് കൺസൾട്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യാനൊക്കെ എന്ന് ചോദിച്ചു. ആ 6 മാസം ഞങ്ങളുടെ സസ്റ്റനൻസ് ആ കൺസൾട്ടിങ് ജോബിൽ. ദൈവം നടത്തുന്ന വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും നമ്മളെ വിശ്വാസ ജീവിതം പഠിപ്പിക്കും. ഇത് കഴിഞ്ഞാണ് 2001 ബിനു പഠിച്ചു കഴിഞ്ഞ് തിരിച്ചിറങ്ങി 2003 ബാക്കി കഥ പുള്ളിക്കാരുടെ കഴിഞ്ഞു. അങ്ങനെ 2003 ജൂണിൽ, മെയ് അവസാനം ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. 2003 ജൂണിലാണ് ഞാൻ വെറ്റിനറിയനായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പം വെറ്റിനറിയനായിട്ട് എനിക്ക് ജോലിയുണ്ട്. ആ സമയത്ത് ദൈവം ഞങ്ങളെ വിളിച്ചാൽ നമുക്കൊരു ബാക്കിലൊരു ബലമുണ്ട്. നമ്മൾ പറയും ഒരാളുടെ ജോലി കൊണ്ട് തട്ടിമുട്ടി നമുക്ക് വെറ്റിനറിയൻസ് ഡീസെന്റ് മണി നമ്മൾ ഇവിടെ ഉണ്ടാക്കും, അപ്പോൾ നമുക്ക് കാര്യം നടക്കും. എന്നാൽ അങ്ങനല്ല. 2001 എനിക്ക് ലൈസൻസ് ഇല്ല. അപ്പോഴാണ് ബൈച്ചാൻ്റെ ജോലി പോവുകയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ദൈവം ഞങ്ങളെ അന്നേരം ഇടയാക്കി. അന്ന് ഒരു വിധത്തിലും പറഞ്ഞാൽ എനിക്ക് ലൈസൻസ് എപ്പം കിട്ടും ഒന്നും അറിയത്തില്ലാത്ത സമയത്താണ് വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചൊരു തീരുമാനം എടുക്കുവാൻ ദൈവം ഞങ്ങളെ നിർബന്ധിച്ചു എന്ന് പറയാം. ആ സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചൊരു വചനമാണ്,
അന്ന് പേരൻസ് ആണ് നമുക്ക് എതിർപ്പ്. അതുപോലെ ചർച്ചിലാണെങ്കിലും വലിയ ചർച്ച ആണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തപ്പം പലരും ഞങ്ങളെ കളിയാക്കി, നിന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നമ്മളോർത്ത് നമ്മളെ ഇതൊക്കെ കേൾക്കും മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യും, ഓ അവര് നല്ല കാര്യം ചെയ്തു. അങ്ങനല്ല, എല്ലാവരും നമ്മളെ കളിയാക്കി ആണ് ചെയ്തത്. ഒരു എടുത്തിയാട്ടത്തിന് പോകുന്ന എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിച്ചു. എന്നാൽ ദൈവം എന്നോട് സംസാരിച്ച ഒരു വചനമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. അവർ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നതിനാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു എന്നുള്ള വചനം. അന്ന് എനിക്ക് എന്റെ വലിയ മീനിങ് ആയിട്ട് മനസ്സിലായില്ല. പക്ഷേ ആ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽപ്പാൻ തുടർന്ന് ഞങ്ങൾക്ക് ദൈവം ഇടയാക്കി. അങ്ങനെ 2003 എനിക്ക് ജോലി, ഞങ്ങൾ രണ്ടുപേരോട് എനിക്കൊന്നും ഒരു 6 മാസം പോലും ജോലി ഒരുമിച്ച് ചെയ്തിട്ടില്ല. അതിനുശേഷം പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ദൈവവേലയ്ക്ക് ഇറങ്ങാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പലരിൽ കൂടെ ഞങ്ങളോട് ഇടപെടുകയും ചെയ്യും. ബൈച്ചാൻ അങ്ങനെ ICPF-നോട് ജോയിൻ ചെയ്ത് ദൈവവേലയ്ക്ക് മുന്നോട്ട് വരുവാനിടയായി. അങ്ങനെ അമേരിക്കയിൽ ഉള്ള ICPF-ന്റെ സ്റ്റാഫായിട്ട്, അങ്ങനെ ആദ്യത്തെ സ്റ്റാഫാണ് അമേരിക്കയിൽ. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ICPF-ൽ അമേരിക്കയിൽ പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലേക്ക് അയക്കുക. നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിയില്ല. എനിക്കൊരു ജോലി, നല്ല ഡീസന്റ് ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആക്ച്വലി പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ട്രാവൽ പോലും ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ദൈവവേല ചെയ്യുവാൻ നമുക്ക് ദൈവം ഇടയായത് ആദ്യത്തെ കുറെ വർഷങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ 2005 ആയപ്പോൾ 2004 എൻ്റെ പിതാവ് നാട്ടിൽ പെട്ടെന്ന് മരിക്കുവാനിടയായി. അങ്ങനെ 2005 സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈച്ചാൻ ട്രാവൽ ചെയ്യാണ് നോർത്ത് ഇന്ത്യയിൽ പല പ്രാവശ്യം, എല്ലാ വർഷവും വരും ICPF ക്യാമ്പുകൾക്കൊക്കെ. പിന്നെ ഇവിടെ അമേരിക്കയിലാണെങ്കിലും പല സിറ്റികളിൽ ട്രാവൽ ചെയ്യും, ചർച്ചുകളിൽ പോകും, യൂണിവേഴ്സിറ്റികളിലൊക്കെ. അങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവദാസനെ കൂടെ ഞങ്ങളോട് ഇടപെടുകയാണ്. ഞങ്ങളൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ പറയുക, ഒരു കയറും കൊണ്ട് നിങ്ങളെ ബൈച്ചാനോടാ പറയുന്നത്, വരഞ്ഞ് മുന്നോട്ടും പിന്നോട്ടും പോകാൻ വയ്യാത്തൊരവസ്ഥയ്ക്കൂടെ നിങ്ങൾ കടന്നു പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ ഓർത്തു ചർച്ചിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ഇതായിരിക്കും. അന്ന് ഞങ്ങളുടെ ദേവദാസൻ പാസ്റ്റർ സ്റ്റീഫൻസൺ എന്ന് പറയുന്ന ദേവദാസനാണ് AG-യിലെ പാസ്റ്റർ. ആ ദേവദാസന്റെ വൈഫ് മരിച്ചുപോയി, ആദ്യത്തെ വൈഫ് മരിച്ചുപോയി. അന്നാണ് രണ്ടാമത് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ ആ ചർച്ച് സമയത്ത് ചർച്ചിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി, വേറൊരു ചർച്ച് അതിൽ നിന്നുണ്ടായി. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ തുടർന്ന് നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ വിശ്വാസത്തെ, ഞങ്ങളുടെ സമർപ്പണത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അനേക കാര്യങ്ങൾ കൂടി ഞങ്ങൾ കടന്നുപോയി. അന്ന് 2005 നവംബർ ആയപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങൾ ഡാളസിലേക്ക് മൂവ് ചെയ്യാം. ICPF-ന്റെ ഒരു ഓഫീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ടെക്സസിലേക്ക് പോയി. ഞങ്ങൾ അന്ന് ഷിക്കാഗോയിൽ താമസിക്കുകയാണ്. ഇല്ലിനോയുടെ ലൈസൻസ് ആണ് എനിക്കുള്ളത്. ഞാൻ ടെക്സസിൽ പോയി അവിടുത്തെ ലൈസൻസ്, അവിടുത്തെ സ്റ്റേറ്റ് ബോർഡ് എഴുതി അവിടുത്തെ ലൈസൻസ് എനിക്ക് കിട്ടി. ഞങ്ങൾ പോവാണെന്ന് തീരുമാനിച്ചപ്പോൾ എല്ലാവരും ഞങ്ങളെ എതിർത്തു. ഞങ്ങളുടെ പേരൻസ്, ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് എതിർപ്പായി. എന്നാൽ ഇപ്പോൾ ഒരല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരികയായിരുന്നു. ദൈവവേലയിൽ പോകുന്നതെന്നൊക്കെയുള്ളത് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അതിന് എതിർപ്പുണ്ടായി. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ പോലും പറഞ്ഞു, അയ്യോ നിങ്ങൾ അങ്ങനെ പോകാൻ പറ്റത്തില്ല ഇവിടുന്ന് എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ആ സമയത്താണ് ഞാൻ 3ാമത്തെ പൈതലിനെ പ്രഗ്നന്റ് ആകുവാനും ഇടയായി. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കഷ്ടതയുടെ അവസ്ഥയിൽ കൂടി ഞങ്ങൾ ആ സമയത്ത് കടന്നുപോയി. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാതെ നിന്ന പരിഹാസവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പോലും ആ സമയത്ത് നമുക്കുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 ഓഗസ്റ്റിൽ 3ാമത്തെ പൈതൽ എനിക്കുണ്ടാവുകയും ആ കുഞ്ഞുണ്ടായി. ഇത് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുണ്ടായി ഒരാഴ്ചയായുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ ജോലി ചെയ്തൊരു പ്രൈവറ്റ് പ്രാക്ടീസിലാണ്. ആ പ്രൈവറ്റ് പ്രാക്ടീസിൽ എനിക്ക് മാത്രമേ മെഡിക്കൽ ഇൻഷുറൻസ് തരത്തുള്ളൂ. അന്ന് ബൈച്ചാനും മൂത്ത 2 കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബൈച്ചാൻ്റെ അനിയന്റെ വൈഫ് ഒരു മെഡിക്കൽ ഡോക്ടറാണ്, അവളുടെ അടുത്ത് എന്തെങ്കിലും പറയും, അവളൊരു ചെറിയ ക്ലിനിക്ക് നടത്തുന്നുണ്ട്, അവിടെ പോയൊക്കെ നമ്മുടെ കാര്യം ഇങ്ങനെ പോകുന്നത്. എന്നാൽ ഈ 3ാമത്തെ കുഞ്ഞുണ്ടാകുമ്പം
നമുക്കൊരു നല്ല ഇൻഷുറൻസ് ഇല്ലേ, കൊച്ചു കുഞ്ഞല്ലയോ, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ജോലി മാറാൻ തീരുമാനിക്കുകയും ഞാനൊരു കോർപ്പറേറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും അവർക്ക് ഹോസ്പിറ്റൽസ് ഉള്ള വലിയൊരു ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഈ കുഞ്ഞുണ്ടായി 5 ആഴ്ചയോ 6 ആഴ്ച കഴിയുമ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മോളുണ്ടായി ഒരാഴ്ചയായി. ഞാനൊരു ശനിയാഴ്ച മോളുണ്ടായി, പിറ്റേ വ്യാഴം വെള്ളി ഞങ്ങളുടെ ചർച്ചിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷന് വ്യാഴാഴ്ച ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പോയില്ല. വെള്ളിയാഴ്ച ആയപ്പോൾ പാസ്റ്റർ വിളിച്ചു, ബൈജു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ബൈജൻ പോയി. അന്ന് വചനം സംസാരിച്ചത് സാമച്ചൻ എന്ന് പറയുന്ന ദേവദാസനാണ്. ആ ദേവദാസൻ ആ വർഷമാണ് ആദ്യമായിട്ട് ഷിക്കാഗോ എന്ന്. ഞങ്ങൾക്ക് അറിയത്തില്ല ദേവദാസനെ, ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഷിക്കാഗോയിൽ ആ ഏജ് ചർച്ചിൽ ഞങ്ങളുടെ പാസ്റ്റർ ആദ്യമായിട്ട് കൊണ്ടുവരികയാണ്. ലെറ്റ് മീ ഓൾസോ പുട്ട് ഇറ്റ് ദിസ് വേ, ഹെസിറ്റൻസിയോടുകൂടിയാണ് പോയത് അന്ന്. കാരണം ആ പേരിന് ഉള്ള പ്രതികരണം കൊണ്ട്, ഹെസിറ്റൻസി കൊണ്ടാണ് പോയത്. അങ്ങനെ ബൈച്ചാന്റെ ഡാഡി, മമ്മി, എൻ്റെ അമ്മ അന്നുണ്ട് അവിടെ. അമ്മയും ഞങ്ങളുടെ രണ്ടാമത്തെ മകളും ബൈച്ചാനും കൂടെ ആ കൺവെൻഷന് പോയി. ഈ കൺവെൻഷനിൽ ദേവദാസൻ പ്രസംഗിച്ച് ഒരു പകുതി അവസാനം ആയപ്പോൾ പെട്ടെന്ന് ദേവദാസൻ നിർത്തിയിട്ട് ഇങ്ങനെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ദൈവം എന്നെ ബിനു എന്നൊരു പേര് എഴുതി കാണിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് പിന്നെ ഒരു പാട്ട് പാടി പുള്ളി ആത്മാവിൽ ഇങ്ങനെ ആരാധിച്ചിട്ട് തിരിച്ചു പിന്നെ ചോദിച്ചു, ഞാൻ മുമ്പേ പറഞ്ഞ പേരെന്തവാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ബിനു. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് 250 പേരുള്ള ചർച്ചാണ്. 2-3 ബിനു ഉണ്ട്. ഒരു മെയിൽ ബിനു ഉണ്ട്, ഫീമെയിൽ പല ബിനു ഉണ്ട്. ഞാനൊട്ട് അവിടെ ഇല്ലതാനും. ഞാൻ പ്രസവിച്ച് വീട്ടിൽ കിടക്കുകയാണ്. ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. അപ്പോൾ സിറ്റി വൈഡ് ഉള്ളൊരു കൺവെൻഷനുമാണ്. എന്നിട്ട് ഈ ദേവദാസൻ പറഞ്ഞു, എന്താണെന്ന് അറിഞ്ഞൂടാ, ദൈവം എന്നെ ബിനു എന്ന് എഴുതി കാണിക്കുന്നു. എന്നിട്ട് അടുത്ത വായിൽ പറഞ്ഞു, ആ ഭവനത്തിൽ നിന്നും സാറാമാർ എഴുന്നേൽക്കട്ടെ, മേരിമാർ എഴുന്നേൽക്കട്ടെ. ഓക്കെ, ഇപ്പൊ പറയട്ടെ, ഇത് പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ മൂത്ത മകളുടെ പേര് സാറ, രണ്ടാമത്തെ മകളുടെ പേര് മേരി. ഓക്കെ, അപ്പൊ ഈ ദേവദാസൻ പറയാണ്, ആ ഭവനത്തിൽ നിന്നും സാറാമാർ എഴുന്നേക്കട്ടെ, മേരിമാർ എഴുന്നേക്കട്ടെ. എന്നിട്ട് ദേവദാസൻ പറഞ്ഞു, ആ ഭവനത്തിലെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. എന്നിട്ട് അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവർ മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതോടെ സകല ബന്ധനങ്ങളും മാറി അവർ ദൈവവേലയ്ക്ക് മുന്നോട്ട് വരാൻ വേണ്ടി സഭയായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവം എന്നിട്ട് ആ സഭയിലുള്ള ആ ഭവനത്തിലുള്ളവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. അപ്പം ബൈച്ചാനാണ് ആ ദേവദാസിന് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ബൈച്ചാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളുടെ രണ്ടാമത്തെ മകളും ഉണ്ടന്ന്. അവർ രണ്ടുപേരും മുന്നോട്ട് വന്നു. സഭയായിട്ട് എല്ലാവരും എഴുന്നേൽപ്പിച്ച് വളരെ ശക്തിയോടെ പ്രാർത്ഥിച്ച് ആ ദേവദാസൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതോടുകൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ദൈവവേലയ്ക്ക് ഇറങ്ങുന്നതിനെതിരായിട്ടുള്ള ബന്ധനങ്ങളെ ദൈവം അറുത്ത് കളഞ്ഞെന്ന് പറയാം. ആ വർഷം ആദ്യമാണ്, ഒരു മാർച്ച് മാസം ആയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ ഞങ്ങളുടെ മണ്ണുത്തിലുള്ള ദേവദാസനാണ് ഞങ്ങളെ ആദ്യം വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളിൽ ഒരാൾ ഫുൾ ടൈം ഇറങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മയായി വരത്തില്ല. നിങ്ങൾ രണ്ടുപേരും ദൈവവേലയ്ക്ക് സമർപ്പിച്ചതാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയാൽ വലിയ കുഴപ്പമില്ല എന്നുള്ള ചിന്തയിലാണ് ബൈച്ചാൻ അന്നും ഇരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ദേവദാസൻ കണിശമായിട്ട് പറഞ്ഞു, നിങ്ങളിലുള്ള ഒരാൾ രണ്ടുപേരും ദൈവവേലയ്ക്ക് സമർപ്പിച്ചിട്ട് അങ്ങനെ കളിപ്പിച്ച് മാറ്റത്തില്ല, ഒരാൾ പൂർണ്ണമായിട്ട് ഇറങ്ങണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്തയിലിരിക്കുക. അപ്പൊ എന്റെ മനസ്സിലുണ്ട്, കർത്താവെ, ഞാൻ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു 2-3 മാസമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നവരെ പുള്ളിക്ക് ഒരു ജോലി കിട്ടിയാൽ വലിയ കുഴപ്പമില്ല എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. എന്നാൽ ആ സമയത്ത് ആണ് ഇങ്ങനൊരു പ്രവചനം സാമച്ചനിൽ കൂടെ പാസ്റ്റർ കൂടെ ഉണ്ടാവുകയും അങ്ങനെ ഒരു പ്രാർത്ഥനയും ഉണ്ടാകുന്നത്. എന്നാൽ അതോടുകൂടെ സംഭവിച്ച ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. പിറ്റേ ആഴ്ചയായിരിക്കാം, അപ്പൊ ഞാൻ പ്രസവിച്ച് കിടക്കുകയാണ്. ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ തിരിച്ച് ഈ പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യണം. ആ ജോലിയുടെ ഡയറക്ടർ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലാണ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ അന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായുള്ളൂ, 2003 തൊട്ട് 2006. അപ്പൊ എനിക്ക് വേറൊരു ഡോക്ടറുടെ പ്രാക്ടീസ് ചെയ്യുന്ന ഇഷ്ടം. കാരണം നമുക്കൊരു ബാക്കപ്പ്, എന്തെങ്കിലും ഞങ്ങൾ സർജറി ഒക്കെ ചെയ്യും. അപ്പൊ സർജറി ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ, അപ്പൊ എനിക്കൊരു ഡോക്ടറുള്ള എനിക്കൊരു സന്തോഷം. അപ്പൊ എന്നോട് ചോദിച്ചു,
അവിടുന്ന് ഒരു വേറെ ലൊക്കേഷന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ, പക്ഷെ തന്നെ ഉണ്ടാകുകയുള്ളൂ, ആ ഹോസ്പിറ്റലിലെ ചാർജായിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം പെട്ടെന്ന് എന്നോട് ഒരു സാലറി ഓഫർ വന്നു. ആ സാലറി എന്ന് പറയുന്നത് ഞാൻ അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ പ്രൈവറ്റ് പ്രാക്ടീസിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് $25,000 എനിക്ക് സാലറി കൂട്ടി തന്നു. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ $50,000 വർഷം ഉണ്ടായിക്കൊണ്ടിരുന്ന ആളാണെങ്കിൽ $75,000 എനിക്ക് ഓഫർ ചെയ്യുന്നത്. കാരണം അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാലറിയാണ്. ഇപ്പൊ നമുക്ക് ഞാൻ ആ 3 വർഷം ആ പ്രൈവറ്റ് പ്രാക്ടീസിൽ ജോലി ചെയ്തപ്പോൾ നമുക്കിപ്പോ റേസ് തരിക എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു $5,000 ഒക്കെ തരാറുള്ളൂ. അതിക്കുള്ളൂ നമുക്ക് കിട്ടാനോ നമുക്ക് പ്രതീക്ഷ പോലും ഇല്ല. എന്നാൽ എനിക്ക് ഒരു $5,000 കൂടുതൽ ഇവിടെ സാലറി തന്നാൽ പോലും എനിക്ക് സന്തോഷമാണ്. ആ സമയത്താണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ദൈവം ഞങ്ങൾക്ക് $25,000 കൂടുതൽ തരുന്നത്. ആ $25,000 എന്ന് പറഞ്ഞാൽ വായിക്കാൻ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന്റെ ശമ്പളമാണ്. അത് എനിക്ക് സാലറി ആയിട്ട് ദൈവം തന്നു. അന്ന് മുതൽ ദൈവം ഞങ്ങളോട് പറഞ്ഞ ആ നമ്മുടെ ആ കലത്തിലെ മാവും എണ്ണയും ഈ ക്ഷാമം കഴിയുന്നവരെ നിന്നെ നടത്തുമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ 18 വർഷം കഴിഞ്ഞു. അത് മുമ്പ് തൊട്ട് 2001 ഞങ്ങൾ തീരുമാനം എടുത്തത് തൊട്ട് ദൈവം വിശ്വസ്തനായി ഞങ്ങളോട് കൂടെ ഇരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ആ ജോലി തുടങ്ങി. എനിക്ക് സ്റ്റുഡന്റ് ലോൺ ഉണ്ടായിരുന്നു. ഞാൻ 1 വർഷം പോയി പഠിച്ചതിന്റെ അങ്ങനെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം ദൈവം വളരെ സമൃദ്ധിയുടെ ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വരാനിടയായി. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കൊച്ചുമോള് ആ സമയത്താണ് പെട്ടെന്ന് ദേവദാസന്മാരിൽ കൂടി ദൈവം പിന്നെ ഞങ്ങളോട് ഇടപെടുകയാണ്. എന്നോട് ഒരു ആലോചന വരുന്നു. അപ്പൊ എൻ്റെ റോളെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതേ ഉള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം അതും സാമച്ചൻ ദേവദാസൻ തന്നെയാണ് 2 വർഷത്തിന് ശേഷം ഈ ദേവദാസൻ എന്നോട് വന്ന് പറയുകയാണ്. അപ്പൊ എന്നെ കണ്ടിട്ടില്ല, ഞാനും ദേവദാസനെ കണ്ടില്ല. ആദ്യ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന സമയമാണ്. എന്നാൽ ഈ ദേവദാസൻ ഒരു ചെറിയ മീറ്റിംഗിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് വന്ന് ആദ്യം എന്നോടാണ് പ്രവചിക്കുന്നത്. എന്നോട് പറഞ്ഞു, നീ സൈഡ് ലൈനിൽ നിന്ന് ഉള്ള ശുശ്രൂഷയല്ല നിന്നെപ്പറ്റി ഞാൻ വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ ദൈവസഭയുടെ വളർച്ചയ്ക്ക് നിനക്ക് വലിയൊരു പങ്കുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറയാം യൂത്ത് മിനിസ്ട്രി, ഇങ്ങനെ മാത്രം പറഞ്ഞു. ഈ ദേവദാസൻ പോയി. അപ്പൊ ഞങ്ങൾ യൂത്ത് മിനിസ്ട്രി അല്ലയോ ചെയ്യുന്നത് ICPF എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകാതിരുന്നില്ല. അതിനുശേഷം 2-3 ചില മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഒക്ലഹോമയിൽ നിന്ന് ഒരു കോള് വരുന്നത്. അവിടുത്തെ IPA എന്ന് പറഞ്ഞ ചർച്ചില് യൂത്ത് പാസ്റ്ററായിട്ട് വൈച്ചാന് ഒരു ഇൻവിറ്റേഷൻ വരികയാണ്. അങ്ങനെ വൈച്ചാൻ പോവുകയും ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2009 ഞങ്ങൾ ഷിക്കാഗോയിൽ നിന്ന് ഒക്ലഹോമ സിറ്റിയിലേക്ക് ആ മിനിസ്ട്രിയോടനുബന്ധിച്ച് മൂവ് ചെയ്യാൻ ദൈവം ഇടയാക്കി. അങ്ങനെ മൂവ് ചെയ്ത് ഞങ്ങൾ ഒക്ലഹോമ സിറ്റിയിൽ 2009 ജൂലൈ 31 അവിടെ പോവുകയും അവിടെ യൂത്ത് പാസ്റ്ററായിട്ട് വൈച്ചാൻ ജോയിൻ ചെയ്യുവാനിടയായി. എനിക്ക് അവിടെ ഈ കമ്പനി തന്നെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ തരികയും ചെയ്തു. ട്രാൻസ്ഫർ ചെയ്ത് ചേരുമ്പോൾ എന്നോട് അവർ പറഞ്ഞു, നിന്റെ സാലറി ഞങ്ങൾ കട്ട് ചെയ്യും. കാര്യം ഷിക്കാഗോയിലെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും ഒക്ലഹോമയിലെ കോസ്റ്റ് ഓഫ് ലിവിങ് തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മുടെ സാലറി കുറയും. അപ്പൊ ഞാൻ വൈച്ചാൻ ഒരു ഇൻകം ആ ചർച്ച് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഓർത്തു നമുക്കത് കുഴപ്പമില്ല, അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്തു. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങൾ, കൊച്ചു മകൾക്ക് അവിടെ 3ാമത്തെ ബർത്ത്ഡേ അവിടെ ചെന്ന് കഴിഞ്ഞാണ്. മൂത്ത മകൾ അന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്നു, 2ാമത്തെ മോള് മിഡിൽ സ്കൂളിലേക്ക് കയറി. അപ്പം ഷിക്കാഗോ എന്ന് പറയുന്നത് ഞങ്ങളായിരുന്ന സിറ്റി എന്ന് പറഞ്ഞാൽ സ്കൂൾസ് ഒക്കെ വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളാണ്. എന്നാൽ ഒക്ലഹോമ സ്കൂൾ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്തിരിയുടെ കുറവാണ്. അപ്പൊ ഞങ്ങളൊരു നല്ല സ്കൂളിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പൊ എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് വട്ടാണോ ഈ പിള്ളേരെ നല്ല സ്കൂളിൽ നിന്ന് നല്ല ഒരു വീടും എല്ലാം ഇവിടെ കിടക്കുന്നിടത്തു നിന്ന് നിങ്ങൾ ഇങ്ങനെ പോകുന്നത്? പക്ഷെ ദൈവം ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ പോയി മോളെ അവിടെ ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സിൽ അവൾ ജോയിൻ ചെയ്തപ്പോൾ മനസ്സിലായത്, മൂത്ത മകൾക്ക് മനസ്സിലായത്, അവൾക്ക് ഹൈസ്കൂളിൽ പഠിക്കാനുള്ള ക്ലാസ് എല്ലാം ഓൾറെഡി തീർന്നു കഴിഞ്ഞു. അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ അവിടെ ചെല്ലുന്നത്. ഞാനിക്കാണേലും ജോലി അങ്ങോട്ട് തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ സാലറി ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ബിസിനസ് കുറവാണ്. ബിസിനസ് കുറയുന്നതനുസരിച്ച് സാലറി കുറഞ്ഞു. പിന്നെ ഞങ്ങളൊരു സാമ്പത്തികമായ ഒരു ഞെരുക്കത്തിന്റെ അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഞങ്ങൾ ഓർത്തിയോ, ഇനിയിപ്പോ ഞങ്ങളുടെ എടുത്തിയാട്ടത്തിനാണോ ഞങ്ങൾ ഈ മൂവ് ചെയ്ത് തിരിച്ചു പോകാനൊക്കെ പറ്റത്തുമില്ല. ഇവിടെ വന്നൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ അവിടെ താമസിക്കുകയുമാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം
ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഒരു ദേവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നത് ഒരു അമേരിക്കക്കാരനായ ഒരു ദേവദാസനാണ്. ഒരു ഗ്ലെൻ ബെറോൺസ്കി എന്ന് പറഞ്ഞ ഒരു വെള്ളക്കാരനായ ദേവദാസൻ. ആ ദേവദാസനുമായിട്ട് ഞങ്ങൾ വളരെ അടുപ്പമാണ്. നമ്മുടെ ICPF ക്യാമ്പിനൊക്കെ വരികയും ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്ന ദേവദാസനുണ്ട്. ആ പുള്ളിക്കാരന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മോട് ചോദിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജോലിയെ പറ്റി എനിക്ക് അല്പം ഒരു കൺസേൺ ഉണ്ട്. കാരണം ഈ ജോലി മാറണോ, എന്തോ വേറൊരു ജോലി എനിക്ക് കിട്ടാനുമില്ല, അങ്ങനെ ഒരു കൺസേണിൽ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ ദിവസം പ്രാർത്ഥിച്ചിട്ടൊരു ആലോചന പറഞ്ഞിട്ട് വീണ്ടും ഏലിയാവിന്റെ കാര്യമാണ് പറഞ്ഞു. ഏലിയാവിനെ കെരീത്തിൽ ഒരപ്പവും വെള്ളം കൊണ്ട് ദൈവം പോഷിപ്പിച്ചെങ്കിലും ആ കെരീത്ത് വറ്റിച്ചു കളഞ്ഞ എന്താന്ന് വെച്ചാൽ സാരെഫാത്തിൽ ഒരു വിധവ മരിപ്പാനിരിപ്പുണ്ട്. ആ വിധവയുടെ അടുത്തേക്ക് വിടേണ്ടത് ദൈവഹിതമായിരുന്നുകൊണ്ടാണ് ആ കെരീത്ത് വറ്റിച്ചു കളഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു, നിന്നെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുണ്ട് സാരെഫാത്തിലെ വിധവയെ പോലെ, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ദൈവം നിന്നെ അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ അത് ഏറ്റെടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന സൈറ്റിൽ പോയി നോക്കണമെന്ന് ദൈവം എന്നോട് തന്നെ പറഞ്ഞു. അത് അവിടുത്തെ സിറ്റി എന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെന്റ് എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി പോലെ സിറ്റിയിലെ ഒരു പൊസിഷനുണ്ട്, ഒരു വെറ്റിനേറിയന്റെ പൊസിഷനേ ഉള്ളൂ. ആ ജോലിയുടെ ഓപ്പണിംഗ് ആണ് ഞാൻ ആ സിറ്റിയിൽ പോയി കണ്ടുപിടിച്ചു. ഞാൻ അവിടെ പോയി നോക്കാൻ എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ അതിന്റെ ഓപ്പണിങ് അത് രസമെന്നാന്ന് വെച്ചാൽ ആ നോക്കുന്ന ദിവസമാണ് പിറ്റേ ദിവസം 12 മണിയാകുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. ആ സമയത്താണ് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നത്. പിറ്റേ ദിവസം ഞാൻ അവിടെ അപ്ലൈ ചെയ്തു. ഞങ്ങൾ ആക്ച്വലി അവിടെ ടൗണിൽ പോയി ഇത് കയ്യിൽ കൊടുക്കുകയാണ്. കാരണം ആ ദിവസം ഡേറ്റ് സ്റ്റാമ്പ് ഇട്ട് സീൽ ചെയ്തില്ലെങ്കിൽ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കത്തില്ല. അങ്ങനെ ദൈവം എന്നെ ആ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഒക്ലഹോമ എന്ന് പറഞ്ഞാല് വെള്ളക്കാരുടെ സ്ഥലമാണ്. നമുക്ക് പിടിപാടൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. ഞാനാണ് ഒരു ബ്രൗൺ സ്കിൻഡ് പേഴ്സൺ ആണ്. അങ്ങനെ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് ചെല്ലുകയാണ്. പക്ഷെ ഗവൺമെന്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയർ എന്ന് പറയും, എല്ലാവർക്കും ഒരേപോലെ തരണം. അപ്പൊ ബൈച്ചാൻ എന്നെ ഇന്റർവ്യൂവിന് അവിടെ കൊണ്ടുപോയി. അപ്പൊ ഒരു ഫോർമൽ ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു ഒരു 30 പേരുണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞതിൽ ഞാൻ വിശ്വസിച്ച് ഞങ്ങൾ ഇരുന്നു. രണ്ടാമത്തെ ഇന്റർവ്യൂവിൽ എന്നെ പിന്നെയും വിളിച്ചു. രണ്ടിനെ വിളിച്ചിട്ട് എനിക്ക് ആ ജോലി തരുവാനിടയായി. അങ്ങനെ ആ 30 പേരുടെ കയ്യിൽ വിടുന്ന പിന്നെ ഒരിക്കൽ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, നീ ലൈനിന്റെ പുറകെ നിൽക്കുകയാണ്, ഞാൻ നിന്നെ മുന്നേ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞു. കാരണം മെലിത്ത ദ്വീപിൽ പൗലോസ് എത്തിയപ്പോൾ ബർബരന്മാർ അവനോട് ദയ കാണിച്ചെന്ന് പറഞ്ഞതുപോലെ ആ വ്യക്തികൾ എന്നോട് ദയ കാണിച്ചു എനിക്ക് ആ ജോലി ലഭിക്കാനിടയായി. ആ ജോലി ലഭിച്ചുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ പ്രൈവറ്റ് പ്രാക്ടീസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് ഗവൺമെന്റ് സർവീസിലോട്ട് വന്നപ്പോൾ ഇവിടെ സർജറി കൂടുതൽ ചെയ്യണം, ഒത്തിരി സർജറി ചെയ്യണം. കൂടുതലും ആ സർജറി എന്ന് പറഞ്ഞാൽ എനിക്കൊരല്പം പേടിയുള്ള വ്യക്തിയായിരുന്നു. നമ്മൾ ഈ പ്രൈവറ്റ് ചെയ്യുമെങ്കിലും അത്ര ഒരു 4-5 ഒരു ദിവസം ചെയ്യും, എനിക്കൊരു ഭയമാണ്. എന്നാൽ ഇവിടെ കൊണ്ടുവന്ന് ദൈവം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ തന്നെയേ ഉള്ളൂ, ഒരു ഡോക്ടറേ ഉള്ളൂ, എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അത് എല്ലാ ദിവസവും ഒരു 20 25 എണ്ണം ചെയ്യണം. അപ്പൊ ഒന്ന് സ്പീഡ് ചെയ്തേ പറ്റൂ. അതുപോലെ അവിടെയുള്ള ഒരു 25,000 ആനിമൽസ് ആ ഫെസിലിറ്റിയിൽ എല്ലാ വർഷവും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരേ സമയത്ത് ഒരു 500 പേഷ്യൻസ് എന്നല്ല ആനിമൽസ് അവിടെ ഉണ്ട്. അവർ അഡോപ്ഷന് പോകുന്നവരുണ്ട്, ആനിമൽസിന് അങ്ങനെയുള്ള ഇതിലാണ് ഫെസിലിറ്റിയിലാണ് എനിക്ക് ജോലി ചെയ്യുന്നത്. അവിടെ ഇതെല്ലാം മാനേജ് ചെയ്യാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. വളരെ കഷ്ടപ്പാട്ടുള്ള ജോലിയാണെങ്കിലും നല്ല ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, മറ്റു ബെനിഫിറ്റുകൾ, പെൻഷന് എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ സാലറിയും കൂടുതൽ കിട്ടാനിടയായി. അങ്ങനെ ദൈവം ഒക്കലഹവുമായി പിന്നെ ഞങ്ങളെ ഉറപ്പിക്കാനിടയായി. അങ്ങനെ ആ ചർച്ചിൽ 6 വർഷം യൂത്ത് പാസ്റ്ററായിട്ട് ബൈച്ചാന് പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി. നല്ലൊരു ചർച്ചാണ്. ഒരു 100 പേരെങ്കിലും കുഞ്ഞുങ്ങൾ അന്ന് ആ ചർച്ചിലുണ്ട്. എന്നുവെച്ചാൽ യങ് അഡൽട്സും കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവിടെ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. എനിക്കാന്നേലും സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനും എന്ന് വെച്ചാൽ വലിയ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനും ഒക്കെയും ഉള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തന്നു. അതും അതിൻ്റെ കൂടെ തന്നെ ICPFലും അന്ന് ഇൻവോൾവ് ആണ്. പല കോളേജുകളിലൊക്കെയും പ്രയർ ഗ്രൂപ്പ് തുടങ്ങുവാനും ഒക്കെയും ദൈവം ഇടയാക്കി. അങ്ങനെ സന്തോഷത്തോടെ പോകുന്ന സമയത്താണ് ഒരു കാര്യം കൂടെ പറയണമല്ലോ.
ഞങ്ങളുടെ മൂത്ത മോൾക്ക് അവിടെ തന്നെ ഗവൺമെന്റിന്റെ ഒരു റെസിഡൻഷ്യൽ സ്കൂളുണ്ട്, സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയും. അവിടെ അഡ്മിഷൻ കിട്ടുവാനും അവിടെ പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ തന്നെയാണ് അവർക്ക് കോളേജ് ഫിനിഷ് ചെയ്യാനും മെഡിക്കൽ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടുവാനും ദൈവം ഇടയാക്കി. രണ്ടാമത്തെ മോക്കും അതേ സ്കൂൾ റെസിഡൻഷ്യൽ സ്കൂളിൽ 11ഉം 12ഉം ക്ലാസ് പഠിക്കാൻ ദൈവം വഴിയൊരുക്കി. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് 6 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യാൻ ചർച്ച ഞങ്ങളോട് ചോദിച്ചെങ്കിലും ഞങ്ങൾ അത് മതി എന്ന് വിചാരിച്ചു. 1 വർഷം കൂടെ ഞങ്ങൾ അവിടെ താമസിച്ചു. കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒക്ലഹോമയിൽ തന്നെ ടൊൾസ എന്നുള്ള ഒരു സിറ്റിയിലേക്ക് ഞങ്ങൾ മാറാനിടയായി. അങ്ങനെ ടൊൾസായി വന്ന് ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു. എന്ന് പറഞ്ഞാൽ ICPF അന്നും ഇൻവോൾവ് ആണെങ്കിലും അല്ലാതെ വലിയ കാര്യമായി ചർച്ച് ശുശ്രൂഷയിൽ നിന്ന് ഞങ്ങൾ മാറി പല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് നല്ല ജോലി അവിടെ ലഭിച്ചു. എൻ്റെ 2 സഹോദരങ്ങൾ ആ സമയത്താണ് നാട്ടിൽ നിന്ന് അമേരിക്കയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ആ സമയത്താണ് ബൈച്ചാൻ്റെ ഡാഡിക്ക് പെട്ടെന്ന് അതിനു മുമ്പ് മെലനോമ എന്ന് പറയുന്ന ക്യാൻസർ വന്ന് ഒരു സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് 2018 ആ ക്യാൻസർ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് ലങ്സിലും ബ്രെയിനിലേക്കും സ്പ്രെഡ് ചെയ്യുവാനും ഡാഡിക്ക് ഒരു സ്ട്രോക്ക് പോലെ ഒരു സിംറ്റം ഉണ്ടാവാനും ഇടയായി. അതോടുകൂടെ കുറച്ച് നാളത്തേക്ക് ഈ മിനിസ്ട്രിയിൽ നിന്നൊക്കെ മാറി ഡാഡിയും മമ്മിയും ഷിക്കാഗോയിൽ അന്ന് അവരായിരുന്നു. അവരെ അവിടുന്ന് കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ ടൊൾസായി താമസിക്കുവാനും 2019 സെപ്റ്റംബർ ഡാഡി മരിക്കുന്നവരെയും ഞങ്ങളുടെ ഭവനത്തിൽ ശുശ്രൂഷിപ്പാനും ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ആ ഒരു ദിവസത്തിൽ പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മിനിസ്ട്രിക്ക് ഇറങ്ങിയപ്പോൾ ഏറ്റവും സങ്കടം ഉണ്ടായിരുന്നു, അതിന് എതിർപ്പുണ്ടായിരുന്നു ഡാഡിയേക്കായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയെങ്കിൽ കൂടി അനേക മുറിവുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. കയ്പെന്ന് പറയാനൊക്കെ മുറിവുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അതാണ് ഒരു വീട്ടിൽ താമസിക്കുമ്പം സംസാരത്തിലാണെങ്കിലും നമ്മളെ പറഞ്ഞ വഴക്കുകളായിട്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായി. അങ്ങനെയാണ് ഡാഡിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ വൈച്ചാൻ ഒരു ബ്രദറേ ഉള്ളൂ ഷിക്കാഗോയിലാണെങ്കിൽ പോലും ഞങ്ങൾ മൂത്ത മകനാണ് വൈച്ചാൻ, ഞങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരികയും അങ്ങനെ ഡാഡി ശുശ്രൂഷിപ്പാനും അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ആ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മാറിപ്പോയി. വളരെ സന്തോഷത്തോടെ പിതാവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം തന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അന്ന് തൊട്ട് ബൈച്ചാന്റെ മമ്മി ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. അങ്ങനെ ടോൾസാൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അതിനുശേഷം 2019 സെപ്റ്റംബർ ഡാഡി മരിക്കുന്നു. അതിനുശേഷം എന്നാൽ ഇനി എന്തെങ്കിലും ചർച്ച് മിനിസ്ട്രിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് കോവിഡ് സംഭവിക്കുന്നത്. അങ്ങനെ 2020 കോവിഡ് തുടങ്ങി. എനിക്ക് കോവിഡ് ആണെങ്കിലും ജോലിക്ക് പോകണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2020 പകുതി ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ദൈവം ഇനി എങ്ങനെയാ ഞങ്ങളെ നടത്തുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ പ്രെയർ വോക്ക് നടക്കും. ഞങ്ങൾ അതിനെ പ്രെയർ വോക്ക് എന്ന് പറയും. ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ പോകും, പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ നെയ്ബർഹുഡിലെല്ലാം ഞങ്ങളിങ്ങനെ നടക്കും. ആ സമയത്താണ് ദൈവത്തിന്റെ ആലോചന ഞങ്ങൾ വരുന്നു. 2-3 ചർച്ചുകൾ ഞങ്ങളെ വിളിച്ചു. എന്നാൽ ഇവിടെ ജോർജിയയിൽ അറ്റ്ലാന്റയിൽ അടുത്തുള്ള റോസ്വെൽ എന്ന് പറയുന്ന സിറ്റിയിൽ ഉള്ള ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ ചർച്ചിൽ നിന്ന് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനിടയായി. അങ്ങനെ ഞങ്ങൾ ബൈച്ചാന് സൂമിൽ കൂടെ ഒരു ഇന്റർവ്യൂ ചെയ്തു. ഞങ്ങൾ ഇവിടെ വന്ന ചർച്ച് കണ്ടു. അങ്ങനെ 2021 ജനുവരി 1 അവിടുത്തെ പാസ്റ്ററായിട്ട് ബൈച്ചാൻ ജോയിൻ ചെയ്യുവാനിടയായി. എന്നാൽ ഇവിടുത്തെ സ്കൂൾ ഇയർ മെയ് അവസാനം ജൂൺ വരെ ആയതുകൊണ്ട് ഞാനും ഇളയ മോള് മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ. മൂത്ത മോൾ അന്ന് മെഡിക്കൽ സ്കൂൾ ഫിനിഷ് ചെയ്ത് അവള് റെസിഡൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മകള് അന്ന് ഞങ്ങളുടെ ഒക്ലഹോമയിൽ ടൊൾസായിൽ ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് അവക്കും ദൈവം ഒരു വഴിയൊരുക്കി. ഷിക്കാഗോയിലുള്ള വില്ലോ ക്രീക്ക് എന്ന് പറയുന്ന ചർച്ചിൽ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി അവളും പോകാനിടയായി. അങ്ങനെ ദൈവം അവളും പോയി. അങ്ങനെ ബൈച്ചാന്റെ മമ്മിയും ഞാനും കൊച്ചുമകളും മാത്രം അവിടെ സ്കൂൾ ഇയർ കഴിയുന്നത് വരെ ടൊൾസായി താമസിക്കുകയും അങ്ങനെ 2021 സമ്മറിൽ ജൂലൈയിലാണ് ഞാനും കൊച്ചുമകളും മമ്മിയുമായി അറ്റ്ലാന്റിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിനു മുമ്പേ ജോലി ലഭിച്ചായിരുന്നു. ഞങ്ങൾ ഇവിടെ ഒരു നല്ല വീടൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ വളരെ സെറ്റിൽഡ് ആണ്. സാമ്പത്തികമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ജോലിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെല്ലാം, ഒരു മോള് മെഡിക്കൽ സ്കൂൾ കഴിഞ്ഞ് റെസിഡൻസി ചെയ്യുന്നു, രണ്ടാമത്തെ മോൾക്ക് ജോലിയായി, കൊച്ചുമോൾ ഇവിടെ വന്ന് ഹൈസ്കൂളിൽ ജോയിൻ ചെയ്തു. അങ്ങനെ എല്ലാ വിധത്തിലും ചർച്ചാണേലും അത് പറയാതിരിക്കാനൊക്കത്തില്ല. ചർച്ച് ഓഫ് ഗോഡിന്റെ ചർച്ചില്
ഇത് മലയാളികൾ ഉണ്ടെങ്കിലും തമിഴ്, തെലുങ്ക് സംസാരിക്കുന്ന, ഹിന്ദി സംസാരിക്കുന്നവരാണ്. ബൈച്ചാൻ നോർത്ത് ഇന്ത്യയിൽ വളർന്നുകൊണ്ട് ഹിന്ദി വളരെ അപ്പം എല്ലാ വിധത്തിലും കൊച്ചു ചർച്ചാണ്. പക്ഷെ വളരെ അനുഗ്രഹിക്കപ്പെട്ട പല കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ചർച്ച്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 2022 ഞങ്ങളുടെ മൂത്ത മകളുടെ വിവാഹം നടക്കുവാനും ദൈവടയാക്കി. 22 ആണ് അവസാനം നവംബർ ആയപ്പോഴാണ് ഞങ്ങളുടെ രണ്ടാമത്തെ മകൾക്ക്, മൂത്ത മകളുടെ വിവാഹം ഏപ്രിൽ കഴിയുന്നു, രണ്ടാമത്തെ മകൾക്ക് ഒരു വിവാഹാലോചന വരികയും അതിന്റെ ഉറപ്പ് നവംബറിൽ 2022 കഴിഞ്ഞു. ഇനിയാണ് അടുത്ത രീതിയിലേക്ക് കടക്കാൻ പോകുന്നത്. അങ്ങനെ 2022 ഒക്ലഹോമയിൽ വെച്ചാണ് ഈ കല്യാണം ഉറപ്പ് നടക്കുന്നത്. ഉറപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഒക്ലഹോമ വരെ 12 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. അവിടെ ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഡ്രൈവ് ചെയ്ത് വരുമ്പോഴാണ് എൻ്റെ പുറത്ത് എനിക്ക് പെട്ടെന്നൊരു വേദന പോലെ, ഒരു സ്റ്റിഫ്നെസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുക. അപ്പൊ ഞാൻ ഓർത്തു, ഇത്രയും നേരം ഇരുന്നൊക്കെ വരുന്നല്ലയോ, നമ്മള് ഏർലി 50s നമ്മുടെ പ്രായം, അപ്പം പതുക്കെ ആർത്രൈറ്റിസ് ഒക്കെ തുടങ്ങി കാണും എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെ ഡിസംബർ ആയപ്പോഴത്തേക്കും ആ വേദന കൂടിക്കൂടി വരിക. അപ്പൊ എന്റെ കാലയിലോട്ട് ആ വേദന വന്നു. കാലയിൽ ഇങ്ങനെ നമുക്ക് ചുളുചുളുപ്പ് പോലുള്ള വേദന, അങ്ങനെ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. അപ്പൊ എന്തുവാന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഈ ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലോ, തണുപ്പടിക്കുന്നത് കൊണ്ട് എന്റെ എല്ലിലൊക്കെ ചെറിയ വേദന വരുന്നു, എനിക്ക് ആർത്രൈറ്റിസ് ഒക്കെ വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ വേറൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ഡിസംബർ അവസാനം ആയപ്പോഴേ ഞങ്ങളുടെ മൂത്ത മോളെ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ എന്ന്, അവളോടൊന്ന് പറയണം. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഇടത്തെ കക്ഷത്തില് ഒരു തടിപ്പ് പോലെ, ഒരു ഞൊണല് പോലെ എനിക്ക് ഫീൽ ചെയ്യുക, ഒരു പിമ്പിള് പോലെ തോന്നുക. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, ഞാൻ ഓർത്താ ഒരു കുരുവല്ലോ എൻ്റെ കക്ഷത്തിൽ വരിക, ഒരു പരു വരുന്നു എന്ന് വിചാരിക്കുക. അല്ലാതെ വേറെ സിംറ്റംസ് ഒന്നുമില്ല. എൻ്റെ മെഡിക്കൽ നോളജ്, ഞാൻ വെറ്റിനറിയൻ ആണെങ്കിലും നമ്മളിതൊക്കെ പഠിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ബോഡി, ബ്രസ്റ്റ് ഒക്കെ ഞാൻ എക്സാമിൻ ചെയ്തു. അപ്പൊ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു ഡോക്ടറെ കണ്ടു കളയാം എന്ന് വിചാരിച്ചു. അപ്പം ഒരു ഇൻഷുറൻസ് 31 കഴിയും. ജനുവരി പുതിയ ഇൻഷുറൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2-3 ആഴ്ച ഒന്ന് വെയിറ്റ് ചെയ്തു. ജനുവരി ആയപ്പോഴേക്ക് എൻ്റെ ഈ തോളിന്റെ താഴെ വേദന തുടങ്ങി. ആ വേദന എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള പെയിൻ ആണ്. അത് ഞാൻ പറയുന്നു തിരുമ്മെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ, മോനെ കൊണ്ട് തിരുമ്മിക്കും, മോളെ കൊണ്ട് തിരുമ്മിച്ചാലും അങ്ങോട്ട് നമുക്ക് ആ വേദന മാറത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഇടത്തെ തോള് വലത്തെ തോളായിട്ടായി. അത് പുറയിലേക്ക് ആ വേദന അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. വേദന എന്ന് പറഞ്ഞാൽ അതിവേദന, എനിക്ക് നിൽക്കാൻ വയ്യ, സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ. ഞങ്ങളുടെ വീട്ടില്, ഞങ്ങളുടെ ബെഡ്റൂം, മമ്മിക്ക് മാത്രം താഴെ ഒരു ബെഡ്റൂം ഉണ്ട്, അല്ലെങ്കിൽ ബെഡ്റൂംസ് ഒക്കെ മുകളില സ്റ്റെപ്പ് കയറി. അപ്പൊ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ വയ്യാത്ത പോലെ വേദന എനിക്ക് പെട്ടെന്ന് അനുഭവിക്കാനിടയായി. ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ അടുത്ത് പോയി. അവരെന്നോട് പറഞ്ഞു, നീ നിന്ന്, ഞാൻ അന്ന് ഇപ്പൊ സർജറിയാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ സർജറി എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂർ ഒറ്റ അടിക്കാൻ നിന്ന് അങ്ങ് ചെയ്യും, ഒത്തിരി നമ്പർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, നിന്റെ ബാക്കില് മസിൽ ടയർ ഒക്കെ ആയിരിക്കും എന്ന് വെച്ച് മസിൽ റിലാക്സേഷനുള്ള പെയിൻ മെഡിക്കേഷൻ ഒക്കെ എനിക്ക് തന്നു. ബ്ലഡ് വർക്ക് ഒക്കെ ചെയ്തു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഈ കക്ഷത്തിൽ ഈ കുരു അവരെ കാണിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ ആവാം എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മൂത്ത മോളോട് ഞാൻ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, മമ്മി, നമ്മുടെ ബ്രസ്റ്റ് ടിഷ്യൂ നമ്മുടെ കക്ഷത്തിലും ഉണ്ട്. ബ്രസ്റ്റേ മാത്രമല്ല, ബ്രസ്റ്റ് ക്യാൻസർ വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ കക്ഷത്തിലും വരാം. അപ്പൊ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, എനിക്കൊരു ഡയഗ്നോസ്റ്റിക് മാമോഗ്രാം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആക്ച്വലി എന്നെ കളിയാക്കി. കാരണം എൻ്റെ ബ്രസ്റ്റ് എല്ലാം എക്സാമിൻ ചെയ്തപ്പോൾ ഒരു ചാൻസും ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ തന്നെ ഡയഗ്നോസ് ചെയ്യുകയാണോ, നിന്റെ മോള് ഡോക്ടറൊക്കെ, അത് കൊള്ളാം എന്നൊക്കെ എന്നോട് പറയാനിടയെ. എന്നാ ബ്ലഡ് വർക്ക് ഒക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാ, ഒന്നും അങ്ങനെ അബ്നോർമലായിട്ട് തോന്നില്ല. പക്ഷെ ഡോക്ടർ ഓഫീസ് ചെന്നപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് ലൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഇരുന്നപ്പോൾ ജനുവരി അവസാനമായി, ഫെബ്രുവരി ആയപ്പോൾ എൻ്റെ കഴുത്തേൽ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ പെട്ടെന്ന് ലിംഫ് നോട്ട്സ് ഇങ്ങനെ സ്വെല്ല് ചെയ്തതായിട്ട് ഞാൻ ഫീൽ ചെയ്തു. എനിക്കിങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ലിംഫ് നോട്ട്സ് ആണല്ലോ ഇത് എന്ന് പെട്ടെന്ന് ഞാൻ ഫീൽ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഓർത്തു, ഡോക്ടറെ ഞാനത് കാണിച്ചു. അപ്പൊ എൻ്റെ തൈറോയ്ഡ് അല്പം സ്വെല്ലിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്തു. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ തൈറോയ്ഡ് നോർമലാന്ന് പറഞ്ഞു. ഇതൊരു റിയാക്റ്റീവ് ലിംഫ് നോട്ട്സ് എന്നൊരു റിപ്പോർട്ട് വന്നു. അപ്പൊ അന്നേരം എന്നോട് പറയുകയാണ്, ഞാൻ പട്ടിയും പൂച്ചയൊക്കെ ഒത്തിരി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എന്തോ ഇൻഫെക്ഷൻ എൻ്റെ ബോഡിയിലുണ്ട് എന്നൊരു ചിന്തയിലേക്ക് പിന്നെയും പോയി.
അപ്പൊ ഈ വേദന കൂടി 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 വന്നു, എന്റെ പുറത്ത് വേദന കൂടി. ഞാനിങ്ങനെ വെയിറ്റ് ലൂസ് ചെയ്യും, എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ട, ഞാൻ ഈ വേദന കൊണ്ട് ഭക്ഷണം കഴിക്കാതെ ജോലിക്കൊക്കെ ഒരു വിധത്തിൽ വലിഞ്ഞു പോയി ജോലി ചെയ്ത് തിരിച്ചു വന്ന് കട്ടിലേക്ക് എറിയാൻ കിടന്നാൽ എനിക്ക് റെസ്റ്റ് ഇല്ല, ഉറങ്ങാൻ പറ്റാത്ത വേദന, രാത്രിയിലൊക്കെ കമന്ന് കിടക്കാനോ തരിഞ്ഞു കിടക്കാനോ വയ്യാത്ത വേദനയായി. ഇങ്ങനെ ഈ മസിൽ റിലാക്സിന്റെ എടുക്കുക, ഇങ്ങനെ പോവുക. അപ്പൊ ഫെബ്രുവരി അവസാനം ആയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എനിക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെയാണ് ഞാൻ ഓർത്തു എനിക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് അറിയാം, അത് ഡോക്ടർ അതിനും അൾട്രാസൗണ്ട് ചെയ്തതാ. അപ്പൊ കുഴപ്പമില്ലാതെ പറഞ്ഞെങ്കിൽ പോലും അതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. അപ്പം ഗൈനക്കോളജിസ്റ്റ് മാർച്ച് 14 ഡോക്ടറെ അടുത്ത് ഞാൻ പോകുന്നത്, 2023 മാർച്ച് 14 ഗൈനക്കോളജിസ്റ്റിനെ എക്സാമിൻ ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞു, അത് സർജറി ചെയ്ത് യൂട്രസ് എടുത്ത് കളയണം, പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു MRI ചെയ്യണം എന്ന് പറഞ്ഞു. കാര്യം ഇന്ന് യൂട്രസ് ഇത്തിരി വലിപ്പം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു, അതിലെന്തോ വല്ല അബ്നോർമൽ ടിഷ്യൂ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രം സർജറി ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ ഒരു MRIക്ക് വിട്ടു. അങ്ങനെ മാർച്ച് 17 ഞാനൊരു MRI എടുത്തു. ആ സമയത്ത് ഞാൻ ചർച്ചിൽ പോകത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോയി ഇരിക്കാനുള്ള ആരോഗ്യമില്ല. അപ്പൊ ഞാൻ 19 ഒരു സൺഡേ ആണ്, മാർച്ച് 19 ഇവര് ആരാധനയ്ക്ക് പോകാൻ വായിച്ചാൻ ഒരുങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ആരാധനയ്ക്ക് വരുന്നില്ലോ? ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, എനിക്ക് അവിടെ വന്നിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു എനിക്കിനി ഈ വേദന കുറഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ, എനിക്ക് സൗഖ്യമായിട്ട് എനിക്കിനി ഇതെല്ലാം മാറിയിട്ടേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാനൊന്ന് പോകാതെ ഞാൻ കിടന്നുകൊണ്ട് സൂമിൽ കൂടി ആരാധന കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് എന്റെ റിപ്പോർട്ട് വരുന്നത് ഞാൻ കണ്ടു. കാരണം നമുക്കിവിടെ മൈ ചാർട്ട് എന്ന് പറയും, നമുക്ക് തന്നെ വായിക്കാം നമ്മുടെ റിപ്പോർട്ട്സ്, ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ആ റിപ്പോർട്ട് ഇങ്ങനെ നോക്കി. അപ്പൊ എന്റെ ദൈവാത്മാവ് എന്നോട് എന്റെ ഉള്ളിൽ പറഞ്ഞു, ഈ റിപ്പോർട്ട് നിനക്ക് നല്ല റിപ്പോർട്ടല്ല എന്ന് എന്റെ മനസ്സിൽ വന്നു. അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്തില്ല. ഓപ്പൺ ചെയ്യാതെ ആരാധന കഴിഞ്ഞ് വായിച്ചാൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പം എനിക്ക് അന്ന് രണ്ടുപേര്, ഞങ്ങളുടെ ചർച്ചിലുള്ള രണ്ടുപേര് 2 മെസ്സേജ് അയക്കുകയാണ്. ഒരു മെസ്സേജ് ഒരു ദൈവദാസൻ അയക്കുന്നത് ഇതാണ്: വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ വീണു, അവൻ എന്റെ അടുത്ത് വന്ന് എന്റെ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട. ആ വചനം എനിക്ക് അയച്ചു തരിക. വേറൊരു ദൈവദാസി ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒരു സിസ്റ്റർ എനിക്ക് അയച്ചു തരികയാണ് എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 12-ാം വാക്യം. ഒരു മരങ്ങളെ പറ്റി, അത് 2 സൈഡിലും, ആ നദിയുടെ 2 സൈഡിലും മരങ്ങൾ, ആ ട്രീയുടെ ലീഫ് ഹീലിങ്ങിന് ഉതകും എന്നുള്ള വചനമാണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പൊ ഇത് ഈ 2 വചനവും ഞാൻ എടുത്തു. ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് വായിച്ചാൻ വന്നു. ഞങ്ങളുടെ റിപ്പോർട്ട് തുറക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ബോണയിലെല്ലാം ക്യാൻസർ ആണെന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. റിപ്പോർട്ട് വരുന്നത് എന്റെ വയറിനകത്ത് മുഴുവൻ ലിംഫ് നോട്ട്സിനെല്ലാം ക്യാൻസർ ആണ്. ആ ലിംഫ് നോട്ട്സ് എല്ലാം ഒത്തിരി വലുതായിരിക്കുന്നു. അതുമാത്രമല്ല എന്റെ അബ്ഡോമന്റെ MRI ചെയ്ത് ആ കാണുന്ന എന്റെ ബാക്ക് ബോൺ, എന്റെ വെർട്ടിബ്ര, എന്റെ ബാക്ക് ബോണിന്, എന്റെ ഹിപ്പ് ബോണ്, എന്റെ വടത്തെ തൊടയല്ല, ഫീമറിലെല്ലാം ക്യാൻസർ ആണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത്. പക്ഷെ അവര് പറഞ്ഞു, ഇത് നിന്റെ വയറ്റിലല്ല നിന്റെ ക്യാൻസർ, വേറെ എവിടുന്നോ വരുന്ന ക്യാൻസർ സ്പ്രെഡ് ചെയ്താണ് എന്നാണ് റിപ്പോർട്ട് വന്നത്. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിളിച്ചു, അവര് പെട്ടെന്ന് അവിടുന്ന് വന്നു. അങ്ങനെ ഒരു പറഞ്ഞ ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ ലൈഫ് ടോട്ടലി കൊളാപ്സ്ഡ് ആയ പോലെ. എന്നാൽ എനിക്ക് ഒട്ടും ഒരു ഭയം വന്നില്ല. എന്നെ പെട്ടെന്ന് ഓർത്ത്, കർത്താവേ, ഇതായിരുന്നല്ലോ ഈ അതിവേദന, ഈ ബോണിന്റെ വേദനയായിരുന്നു. എന്റെ വലത്ത് കാലില് ബോണയില് ഒരു 3 സെന്റിമീറ്റർ ഹോൾ ഉണ്ടായിരുന്നു. മാത്രമല്ല എന്റെ വെർട്ടിബ്ര കൊളാപ്സ് ചെയ്തിരുന്നു. 2 റിബ്സിന് ഒടിവുണ്ടായിരുന്നു. പത്തോളജിക്കൽ ഫ്രാക്ചർ എന്ന് പറയും ക്യാൻസർ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരവസ്ഥയിലാണ് പെട്ടെന്ന് എനിക്ക് CT സ്കാൻ എടുത്തു. എന്റെ കഴുത്തിന് താഴെയുള്ള CT സ്കാൻ എടുത്തപ്പോഴാണ് എന്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ നിന്നാണ് ക്യാൻസർ വരുന്നത്, അതെന്റെ ബോഡിയിൽ ഈ ലിംഫ് നോഡ് എല്ലാം ക്യാൻസർ ആണെന്ന് അന്നേരമാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എന്റെ ബോഡിയിലെ എന്റെ കഴുത്ത് തൊട്ട് താഴോട്ട് ക്യാൻസർ ആണ്. എന്റെ കഴുത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഈ വെർട്ടിബ്ര, എന്റെ കഴുത്തിലെ വെർട്ടിബ്ര തൊട്ട് ക്യാൻസർ ഉണ്ടെന്നാണ് റിപ്പോർട്ട് വരുന്നത്. അങ്ങനെ ആ റിപ്പോർട്ട് കിട്ടി. ഇനിയിപ്പം ഓൺകോളജിസ്റ്റിനെ കണ്ടുപിടിക്കണം, ബയോപ്സി എടുക്കണം, ടൈപ്പ് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസവും ഓരോ ടെസ്റ്റിങ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ ഞായറാഴ്ച റിപ്പോർട്ട് വരുന്നു. ചൊവ്വാഴ്ച രാവിലെ ഞാൻ ഉണർന്നു വരുമ്പോൾ വീണ്ടും ഞാനൊരു ദൈവശബ്ദം കേൾക്കുകയാണ്. ആ ദൈവശബ്ദം കേൾക്കുന്ന ഞാൻ ഇങ്ങനെ ഉണർന്ന് എന്റെ കണ്ണ് തുറന്ന് കട്ടിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെവി കേൾക്കുകയാണ്, അവരുടെ ദേഹത്ത് തീയുടെ മണം പോലും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, അത് ചന്ദ്രക് മേശക് അഭേന്ദ്രഗോപ് തീയിലായ അവസ്ഥയെ പറ്റിയാണല്ലോ. അപ്പൊ ഞാൻ ഓർക്കുക, ഞാൻ കീമോ ഒക്കെ ഇനി എടുക്കണം, കീമോ ഒക്കെ എടുക്കുമ്പോൾ എന്റെ തലമുടി ഒന്നും ബേൺ ആകത്തില്ല, എന്റെ തലമുടി ഒന്നും പോകത്തില്ല. അന്ന് ആ ദൈവം എന്നോട് പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു.
അങ്ങനെ മാർച്ച് 28 ഞാൻ ഓൺകോളജിസ്റ്റിനെ കാണാൻ എനിക്ക് പെട്ടെന്ന് ഒരു അപ്പോയിന്റ്മെന്റ് ലഭിച്ചു. ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ റിപ്പോർട്ട് എല്ലാം നോക്കിയിട്ട് ആ പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് ക്യാൻസർ നിന്റെ ക്യൂർ ആകത്തില്ല, നിനക്ക് സ്റ്റേജ് 4 ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നാണ് എന്നോട് റിപ്പോർട്ട് പറയുന്നത്. നിനക്ക് പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാൽ നിനക്ക് പെയിൻ ഇല്ലാതെ കുറച്ചു നാൾ ജീവിക്കാനുള്ള മാത്രമേ എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനൊക്കത്തുള്ളൂ, അല്ലാതെ നിനക്ക് ക്യാൻസർ നിന്റെ ദേഹത്തുനിന്ന് വിട്ടുപോകത്തില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ പിറ്റേന്ന് എനിക്കൊരു പോട്ട് ഇട്ടു, ഇപ്പോഴും അതുണ്ട്. പോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡയറക്റ്റ് IV തരാനുള്ള, കീമോ ഒക്കെ തരാനുള്ളതെല്ലാം ചെയ്തു. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിന്റെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ പല ടൈപ്പില്ല, നിന്റെ ക്യാൻസർ പെട്ടെന്ന് അഗ്രസീവായിട്ട് ഗ്രോ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് വരികയും എൻ്റെ ബോഡി സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാനിടയായത്. അത് മാത്രമല്ല നിന്റെ ബ്രെയിനിലേക്ക് പോയോ എന്ന് എനിക്കൊരു ഭയമുണ്ട്. കാര്യം ഇവിടെ ഈ വെർട്ടിബ്രയിൽ ഉള്ളതുകൊണ്ട് സ്പൈനൽ കോഡിലും ബ്രെയിനിലും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എൻ്റെ ഒരു ബ്രെയിൻ MRIയും സ്പൈനൽ കോഡ് MRIയും ചെയ്തു. എന്നാൽ ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയട്ടെ, ആ ബ്രെയിൻ MRI വന്നപ്പം എല്ലാം ക്ലിയറാ, എൻ്റെ ബ്രെയിനിലൊന്നുമില്ല. എൻ്റെ സ്പൈനൽ കോഡിന്റെ കവറിങ്ങിൽ വരെയുണ്ട്, എന്നാൽ എൻ്റെ സ്പൈനൽ കോഡിൽ കയറിയില്ല ക്യാൻസർ. അതുമാത്രമല്ല എൻ്റെ ചെസ്റ്റിൽ, എൻ്റെ ലങ്സിനും അടുത്തുള്ള മീഡിയാസ്റ്റൈനൽ ലിംഫ് നോട്ട്സ് എന്നൊക്കെ പറയുന്ന ലിംഫ് നോട്ട്സുകളിൽ എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ലങ്സിലോ ലങ്സിന്റെ കവറിങ്ങിലോ ഒരു ക്യാൻസർ പോലും ഇല്ല. എൻ്റെ വയറിനകത്ത് മുഴുവൻ ലിംഫ് നോട്ട്സ് ക്യാൻസർ ഉണ്ട്, എന്നാൽ എൻ്റെ ലിവറിൽ ക്യാൻസർ ഇല്ല. അങ്ങനെ ദൈവം ഒരു വരച്ചു വെച്ചിരിക്കുന്നത് പോലെ എൻ്റെ മേജർ ഓർഗൻസിൽ ഒന്നും ക്യാൻസർ വന്നില്ല. എന്നാൽ എൻ്റെ സകല ബോണയിലും, എൻ്റെ കൈയുടെ ഇവിടും താഴോട്ടും എൻ്റെ സ്കള്ളിലും എൻ്റെ ഇടത്ത് കാലും ഒഴിച്ച് എൻ്റെ സകല ബോണിലും ക്യാൻസറും ഫ്രാക്ചേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഏപ്രിൽ 12 ആ സമയത്ത് എനിക്ക് 40 പൗണ്ട് ലൂസ് ചെയ്തു, 20 കിലോ ഞാൻ ലൂസ് ചെയ്ത് ഞാൻ എല്ലും തോലും ആയി എന്ന് പറയാം. എഴുന്നേറ്റ് നടക്കാൻ എനിക്ക് ആരോഗ്യമില്ലാതെ, ഒരു വടി കുത്തി 2 സ്റ്റെപ്പ് വെക്കാനുള്ള ആരോഗ്യമായി ആ സമയത്തേക്ക്. അങ്ങനെ ഞാൻ കട്ടിലായി. ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നോ, ഞാനൊരു വീൽ ചെയറിലായി പോവും. ഇങ്ങനെ ഇത്രയും അഡ്വാൻസ്ഡ് ആയി. എനിക്കുള്ള മെഡിക്കൽ നോളജിൽ ഞാൻ ജീവനോട് ഇരിക്കുമോ, 6 മാസം ജീവിച്ചിരിക്കുമോ എന്ന് പോലും എനിക്ക് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഏപ്രിൽ 12 എനിക്ക് കീമോ തുടങ്ങി. അങ്ങനെ കീമോ തുടങ്ങി. എന്നാൽ അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, നിന്റെ ക്യാൻസർ വളരെ അഗ്രസീവ് ആയതുകൊണ്ട് ഒരു ഹാർഡായിട്ടുള്ള കീമോ തരണം, അതിൻ്റെ കൂടെ 2 ഇമ്മ്യൂണോ തെറാപ്പിയും കൂടെ നമുക്ക് തരുന്നത്. അത് നിന്റെ ദേഹത്ത് നിന്റെ നഖങ്ങൾ ഇളകിപ്പോവും, നിന്റെ തലമുടി പൊഴിഞ്ഞു പോവും, നിന്റെ കാലയിൽ ന്യൂറോപ്പതി ആവും. ഇങ്ങനെ പല പല സിംറ്റംസ് പുള്ളി പറഞ്ഞു. എന്നാൽ എൻ്റെ മൂത്ത മകള് ബൈച്ചാനുമാണ് എൻ്റെ കൂടെ. ആ മകളെല്ലാ ട്രീറ്റ്മെന്റിനും ഓരോ കീമോയ്ക്കും ഒക്കലോമായി ഇവിടെ വരും, എൻ്റെ കൂടെ ഒരാഴ്ച ഉണ്ടായിരിക്കും. അപ്പൊ അവര് അതെല്ലാം എഴുതി വെച്ചു. എൻ്റെ മൂത്ത മകള് പിന്നെ എന്നോട് പറഞ്ഞു, അവരെഴുതി വെച്ചു, ഞങ്ങളുടെ മമ്മിയുടെ നഖം പോകത്തില്ല, ഞങ്ങളുടെ മമ്മിക്ക് വായിക്കകത്ത് സോറ് വരത്തില്ല. ഇങ്ങനെ എഴുതി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഞാൻ ഓർത്തു, ഇനി ഞാൻ ഒത്തിരി നാൾ ജീവിച്ചിരിക്കത്തില്ലല്ലോ, അതുകൊണ്ട് എന്നെ തന്നെ ഒരുക്കി ദൈവസന്നിധി പോകാൻ ഞാൻ റെഡി ആകണമെന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പിതാക്കന്മാര് പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പാടും, യോർദാനക്കരെ കാണുന്നു എൻ വാഗ്ദത്ത ദേശ ശോഭയെ. അതൊക്കെ കേട്ടാ ഞാൻ വളർന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്റെ സന്നിധി വരാൻ വേണ്ടി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ, എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഓരോന്നായിട്ട് ഞാൻ ഏറ്റുപറഞ്ഞ് ഞാനോർത്ത് ഞാൻ നല്ലതായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ പോലും ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ എത്ര കഷ്ടതയുള്ള ഒരു കീമോയിൽ കൂടെയും ക്യാൻസറിൽ കൂടെയും കടന്നു പോയെങ്കിൽ കൂടി വലിയൊരു ദൈവസാന്നിധ്യം എൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നീ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടോ? നീ എൻ്റെ ഇമ്മാനുവേലാണ്, പക്ഷെ ഈ എൻ്റെ അവസ്ഥയിൽ നീ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുകയാണ്, ഞാൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നു, നിന്റെ തുണ മാത്രമല്ല ഏറ്റവും അടുത്ത് ഞാനുണ്ട്. അപ്പോൾ ദൈവം എന്നെ കാണിക്കുക, എൻ്റെ ബെഡേൽ ഒരാൾ വന്ന് ഇരിക്കുന്നത് പോലെ ഒരു ദർശനം ദൈവം എന്നെ കാണിക്കുകയാണ്. അങ്ങനെ എൻ്റെ കീമോ തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാനോർത്ത് കീമോ കഴിഞ്ഞ് എനിക്ക് ഛർദിലൊക്കെ വരും എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് യാതൊരു സൈഡ് ഇഫക്റ്റും വലുതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. എൻ്റെ തലമുടി പൊഴിയാൻ തുടങ്ങി. അപ്പോഴെനിക്ക് പെട്ടെന്ന് മനസ്സിലായി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് എൻ്റെ കീമോയെ പറ്റിയല്ല, ഞാൻ ഈ ക്യാൻസറിൽ കൂടി സ്റ്റേജ് 4 എൻ്റെ ഡോക്ടർ പറയുന്നു എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകത്തില്ലെന്ന്. എന്നാൽ ദൈവം എന്നോട് പറയുന്നത്, നീ ഇതിൽ കൂടി പോകും, ഈ
തീയുടെ അവസ്ഥയിൽ കൂടി നീ പോയാലും ഇതിൽ വെളി വരുമ്പോൾ നിന്റെ ദേഹത്ത് ക്യാൻസറിന്റെ മണം പോലും ഉണ്ടായിരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കഴുത്തേലെ ലിംഫ് നോട്ട്സ് എല്ലാം പോയിരിക്കുക. 2 ആഴ്ചയായുള്ളൂ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്. അങ്ങനെ 3 ആഴ്ച കൂടുമ്പോഴാണ് കീമോ. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ എൻ്റെ ഡോക്ടറിന് ഒരു ലിംഫ് നോഡ് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല എൻ്റെ ബ്ലഡ് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ക്യാൻസർ ആന്റിജൻ, മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറിന്റെ ആന്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ ഹൈ ആയിരുന്നത് നോർമൽ ആയി തീർന്നിരിക്കുക. അങ്ങനെ 6 കീമോ എനിക്ക് ചെയ്തു. 6 കീമോ ഇമ്യൂണോതെറാപ്പിയും ചെയ്ത് ജൂലൈ 25-നാണ് എൻ്റെ ലാസ്റ്റ് കീമോ. അത് കഴിഞ്ഞാണ് ഡോക്ടർ പറഞ്ഞു നമുക്കൊരു പെറ്റ് സ്കാൻ എടുത്ത് നോക്കണം, നിന്റെ എങ്ങനെയുണ്ട് റെസ്പോൺസ് നോക്കാം. അപ്പം പെട്ടെന്ന് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി ഉണ്ടായി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എനിക്ക് 3 ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദനയെല്ലാം പോയി. അങ്ങനെ എനിക്ക് വടി കുത്തി നടക്കാൻ തുടങ്ങി. ഞാൻ പതുക്കെ 1-2 ദിവസം എനിക്ക് ജോലിക്ക് പോകാനും ദൈവം ഇടയാക്കി. അങ്ങനെ ഓഗസ്റ്റ് 10-ന് എൻ്റെ പെറ്റ് സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് വന്നപ്പോൾ വളരെ ഒരു ട്രെമൻഡസ് ചേഞ്ച്. എൻ്റെ ലിംഫ് നോട്ട്സിന് ഒന്നും എൻ്റെ ബോഡിയിൽ വിസിബിൾ അല്ല, എല്ലാം പോയി. ഒരു ക്യാൻസറിന്റെ അവസ്ഥ എൻ്റെ ലിംഫ് നോട്ട്സില്ല. എൻ്റെ ബോൺ എല്ലാം ഹീൽ ചെയ്യാണ്. ബോഡിയിൽ ഒന്നും ക്യാൻസർ കാണാനില്ല. എൻ്റെ ബ്രസ്റ്റ് മാത്രം ഫെയിൻ്റ് ആയിട്ട് അവർക്ക് തോന്നുന്നല്ലാതെ ഒരു ക്യാൻസറിന്റെ അവസ്ഥയും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതിലേക്ക് വന്നു. എന്നാൽ എൻ്റെ ഡോക്ടർ പറഞ്ഞു 2 കീമോയുടെ ചെയ്യാം എന്നൊരു സജഷൻ നമുക്ക് വന്നു. എന്നാൽ ഞാൻ 17-ാം തീയതി ഡോക്ടറെ കാണാൻ പോയപ്പോൾ ആണ് ഡോക്ടർ ശരിക്കും എൻ്റെ റിപ്പോർട്ടെല്ലാം നോക്കി, എൻ്റെ സ്കാൻ പിക്ചേഴ്സ് എല്ലാം നോക്കിയിട്ട് പുള്ളിക്കാരന് ഡിസൈഡ് ചെയ്തു നിനക്ക് ഇനി കീമോയുടെ ആവശ്യമില്ല എന്ന്. അത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 17-ാം തീയതി അങ്ങനെ ഡിസൈഡ് ചെയ്യുകയും അവിടുന്ന് പിന്നെ എനിക്കൊരു മെയിൻ്റനൻസ് തെറാപ്പി, എനിക്ക് സ്റ്റേജ് 4 ആയതുകൊണ്ട് ഒരു ഇമ്മ്യൂണോതെറാപ്പി, അത് ജീവകാലം എടുക്കണമെന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യുന്നവരെ എടുക്കണമെന്നാണ്. അങ്ങനെ ഒരു ഇഞ്ചക്ഷനിലേക്ക് എന്നെ സ്വിച്ച് ചെയ്യുവാനിടയായി. അന്ന് തൊട്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് തൊട്ട് ഇപ്പൊ സെപ്റ്റംബർ അവസാനമാകാറായല്ലോ. അങ്ങനെ എല്ലാ 3 ആഴ്ച ഞാൻ പോയി എൻ്റെ കാലയിൽ എനിക്കൊരു ഇഞ്ചക്ഷൻ തരും. അങ്ങനെ പെട്ടെന്ന് ആരോഗ്യം വരാൻ തുടങ്ങി. എൻ്റെ തലമുടിയെല്ലാം ഒന്നുമില്ലായിരുന്നു, എൻ്റെ തലമുടിയെല്ലാം വളർന്നു. അങ്ങനെ ദൈവം എനിക്ക് ആരോഗ്യം തന്ന് ഓരോ ദിവസം കഴിയും തോറും ബെറ്ററായി ഇപ്പൊ എനിക്കൊരു 25 പൗണ്ട് ഞാൻ റീഗെയിൻ ചെയ്യുവാനും ദൈവം ഇടയായി. ഇപ്പൊ എന്നെ കണ്ടാൽ ഞാനൊരു ഇത്രയും കഠിനമായ ഒരു ക്യാൻസറിൽ കൂടെ പോയ ആളാന്ന് ആരും പറയത്തില്ല. ഇപ്പം 2-3 ദിവസം എനിക്ക് ജോലിക്ക് പോകാൻ ദൈവം 2-3 ദിവസം ഒരാഴ്ചയിൽ അങ്ങനെ ഒരു 10 ഷിഫ്റ്റെങ്കിലും ഞാൻ എല്ലാ മാസവും പോവും. പക്ഷെ അതിലുപരിയായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം വളരെ ഫെയ്ത്ത് ലൈഫ് പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും പണിയുവാൻ ദൈവം ഇടയാക്കി. അതുമാത്രമല്ല ദൈവം ഞങ്ങളോട് പറഞ്ഞു, ഇത് നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങളുടെ മിനിസ്ട്രിയെ വേറെ ലെവലിലേക്ക് നടത്താനാണ്. ഞങ്ങളുടെ സഭയെ ദൈവം ഉണർത്തി സഭയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഞങ്ങൾ എല്ലാ ആഴ്ചയും 2 ദിവസം വെച്ച് ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങളുടെ സഭ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവര് നമ്മൾ ആരൊക്കെ നമ്മളോട് പറയുന്നോ ഈ ദേശത്തിലെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസത്തിലേക്ക് ദൈവം നടത്തി. എന്നോട് ദൈവം പറഞ്ഞു, നിന്റെ ലൈഫ് ഞാൻ നിനക്ക് ദാനമായി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്കുള്ള സമയം ഞാൻ അതിനു മുമ്പാണെങ്കിൽ നമ്മൾ കുറെ ടൈം റീല് കണ്ട് ഫേസ്ബുക്കില് അങ്ങനെയൊക്കെ നമ്മൾ ടൈം അങ്ങ് കളയുമായിരുന്നു. എന്നാൽ ദൈവനോട് പറഞ്ഞു അതെല്ലാം കളയാൻ പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ നിന്ന് അതെല്ലാം മാറ്റി കളർ. നിന്റെ ലൈഫ് ഓരോ മിനിറ്റും വളരെ പ്രഷ്യസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു റീഡെഡിക്കേഷൻ ചെയ്യുവാൻ ദൈവം എനിക്കിടയാക്കി. ഞങ്ങൾ ദൈവവേല ചെയ്യുമായിരുന്നേലും അതൊന്ന് വേറൊരുപരിയായിട്ട് പ്രാർത്ഥനാ ജീവിതം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കിയത് കൊണ്ടാണ് ദൈവം ജീവനോടെ എന്നെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം ഞങ്ങളെ നടത്തി. അങ്ങനെ ഇപ്പം 1.5 വർഷമായി എൻ്റെ ക്യാൻസർ ഡയഗ്നോസിസ് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. 2 കാര്യം പറയാൻ സമയമുണ്ടോ? 2 മിനിറ്റ്. തീർച്ചയായിട്ടും പാസ്റ്ററെ, സമയം എടുത്ത് പറഞ്ഞു. ഓക്കെ, 2 കാര്യം പറയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ ആത്മീയമായി കർത്താവിനെ ഉയർത്തണം എന്നുള്ള ഒരു താല്പര്യത്തിൽ മാത്രമാണ് പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒരു ടെസ്റ്റ്മെന്റിലേക്ക് വന്നത്. ഒന്ന്, ഏതവസ്ഥയിലും ഈവൻ മിനിസ്ട്രിയിലായാൽ പോലും നമ്മളൊരു കംഫർട്ട് സോണിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ട്.
എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് പോകുമ്പോൾ ചർച്ച് നല്ലപോലെ വളരുന്നു, ആത്മാക്കൾ വരുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഒരു ആത്മീകമായി ഒരു കംഫർട്ട് ലെവലിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ആ അവസ്ഥയിൽ ചില സമയത്ത് നമ്മളെ ഉണർത്താൻ വേണ്ടി ദ ലോർഡ് സ്റ്റിർസ് അപ്പ് ദ നെസ്റ്റ്. ആ നെസ്റ്റിനെ സ്റ്റെറപ്പ് ചെയ്തില്ലെങ്കിൽ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പൊത്തുവരത്തിൽ അങ്ങ് പോകും. ആ ഒരു സ്റ്റെറിങ് അപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു. അതുകൊണ്ട് എന്തോ ബിജു പറഞ്ഞതുപോലെ റീഡെഡിക്കേറ്റ് ചെയ്യുവാനും റീകമ്മിറ്റ് ചെയ്യുവാനും നമ്മളെ ദൈവം പഠിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാനുള്ളത്, ബിനുവിന്റെ ഈ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ദർ ഇസ് എ ടൈം, എസ്പെഷ്യലി ക്യാൻസർ എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടാൽ തന്നെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇതിന്റെ അവസാനം പലർക്കും എൻഡ് എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഗിവ് അപ്പ് ചെയ്യാൻ ഈസിലിയാണ്. ഈ അവസ്ഥയിൽ വന്ന ഒരു വേറൊരു അവസ്ഥ കൂടെ ഞാൻ പറഞ്ഞേച്ച് ഞങ്ങൾ ഇവിടെ നിർത്താം. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ഇളയ സഹോദരൻ എന്ന് ഞാൻ പറയുന്നത്, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ഒരു ഇളയ സഹോദരൻ, എൻ്റെ ഒരു മെന്റി ആയിട്ട് ഞാൻ കരുതുന്ന ഒരു പയ്യൻ, അവൻ്റെ വൈഫിനും ഈ ബിനു ഡയഗ്നോസിന്റെ ഒരാഴ്ച മുമ്പ് വേറൊരു അവസ്ഥയിൽ കൂടെ പോയി അവൻ ആ നിരാശയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന്, ഇത് ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത്, പക്ഷേ ഈ അവസ്ഥയുടെ കാര്യം പറയുമ്പോൾ ഒരു ദർശനം കണ്ടു. അത് ഞങ്ങളോട് അവൻ പറഞ്ഞില്ല. ഈ ഓഗസ്റ്റ് 10 കഴിഞ്ഞ വർഷം 23 ഓഗസ്റ്റ് 10 ഇത് പെറ്റ് സ്കാൻ ചെയ്യുന്നത്. 11 ഞങ്ങൾക്ക് 10 വൈകിട്ട് തന്നെ ഞങ്ങൾ റിസൾട്ട് അറിഞ്ഞു. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ജൂലൈ 24 ആയിരുന്നു ലാസ്റ്റ് കീമോ. 25 24 ഈ എൻ്റെ സഹോദരനും അവന്റെ ഫാമിലിയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ അവൻ പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് കരഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം ഇടാം, എന്ന് പറഞ്ഞ സഹോദരന്റെ വൈഫ് വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കുടുംബം അതിനോടുള്ള ഭാരത്തിൽ കരയുവാണ് എന്നുള്ള ഒരു ഭാവത്തിൽ അവൻ പോയി. 11 ഞാൻ എൻ്റെ അടുത്ത 5 സുഹൃത്തുക്കളുണ്ട്. ഈ 5 സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു ഇത് കിട്ടി. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു വിടുതലിന്റെ ഒരു സാക്ഷ്യമാണ്. അപ്പോൾ പറഞ്ഞു, ബൈച്ച ഓർക്കുന്നുണ്ടോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കരഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, നീ ഞങ്ങളോടുള്ള സ്നേഹത്തിൽ, ഞാൻ തമാശ പറഞ്ഞു, ഞങ്ങളോടുള്ള സ്നേഹത്തിൽ നീ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ബൈച്ചാൻ അറിയണമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ബിനുമാമയ്ക്ക് ഈ അസുഖം വന്ന ദിവസം, അറിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എൻ്റെ വൈഫിന്റെ കട്ടിലിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാനൊരു ഡ്രീമാണോ കാണുന്നത്, ഞാനൊരു വിഷനാണോ കാണുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, നിങ്ങൾ രണ്ടുപേരും ഒരു മാരത്തോൺ ഓടുവാണ്. ആ മാരത്തോൺ ഓടി ഒരു ക്രോസ് റോഡ്സിൽ വന്നു. ആ ക്രോസ് റോഡ്സിൽ രണ്ടു വശത്തും എൻഡ് എന്നും പറഞ്ഞ്, ഈ റേസ് എൻഡ് ചെയ്യുന്ന ആ മാർക്ക് അവിടെ ഉണ്ട്. ഒരു വശത്ത് റെഡ് സൈനും ഒരു വശത്ത് വെള്ള സൈനും. രണ്ടിലും എൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ വെള്ള സൈൻ ഉള്ളത് ഇച്ചിരി ദൂരത്തും ഈ റെഡ് സൈൻ ഉള്ളത് അല്പം അടുത്തുമാണ്. അപ്പോൾ ആ ക്രോസ് റോഡിൽ വന്ന് ഞങ്ങൾ തമ്മിൽ ആർഗ്യൂ ചെയ്യുവാണ്. അപ്പോൾ ബിനുവിന് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലോട്ടും, ഞാൻ പറയുന്നത് അവിടെ അല്ല പോകേണ്ടത്, മറ്റേ വശത്താണ് പോകേണ്ടതെന്നും പറഞ്ഞ് ഞങ്ങൾ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യവൻ ആ സ്ലീപ്പിൽ നിന്ന് ഉണരുകയും ചെയ്തു. എന്നാൽ ജൂലൈ 24 ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അവൻ കരഞ്ഞ സമയത്ത്, കരഞ്ഞെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലായിരുന്നു, പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല് ഒരു അതേ ദർശനം ഞാൻ വീണ്ടും കണ്ടു. ആ ദർശനത്തിൽ അതേ ക്രോസ് റോഡ്സിൽ വന്ന് നിങ്ങൾ നിൽക്കുവാണ്. എന്നാൽ അന്നേരം ഞാൻ മാത്രമല്ല ബിനുവിനോട് ആർഗ്യൂ ചെയ്യുന്നത്. ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിങ് മൈ ചിൽഡ്രൻ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സഭക്കാര്, അനേക ആൾക്കാർ അവിടെ വന്നേച്ച് ഞങ്ങളെ മറ്റേ വശത്തോട്ട് പോവുകയാണ്. ഏത് ലോങ് ആയ എൻഡ് ലൈനിലേക്ക് പോവുകയാണ്. അത് പറഞ്ഞതിന് കാരണം ഇത്രയും ഉള്ളൂ, നമ്മളൊരവസ്ഥ വരുമ്പോൾ ക്യാൻസർ ആയാലും ഏത് രോഗമായാലും പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെത്താനെ അതങ്ങ് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പൂട്ടിവെക്കാം. പകുതി മുക്കാലും പലർക്കും അസ്വസ്ഥത ഉണ്ടെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. വല്ല അവസാനം വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ ഞങ്ങൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ആദ്യം തൊട്ട് ഞങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. ആരെല്ലാം ഞങ്ങളോട് ചോദിച്ചോ ഞങ്ങൾ അവരോട് പറഞ്ഞു പ്രാർത്ഥിക്കണം.
കാരണം ഇങ്ങനാണ് അവസ്ഥ. ഈ അവസ്ഥയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലേ ഇതിന് വിടുതലുള്ളൂ. ആ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ആസാദിയിൽ വന്നതും ആ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയും കൂടാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല, നമ്മൾ തന്നെ പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ലെന്നല്ല. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ സമൂഹം, നമ്മുടെ ദൈവദാസന്മാർ, ദാസിമാർ, അവർ മക്കളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് വിടുതലുണ്ട്. ഈ രണ്ട് കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ കംഫർട്ടബിൾ ആകരുത് ഒരിക്കലും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കംഫർട്ടബിൾ ആയാൽ അതല്ല വിശ്വാസ ജീവിതം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ കാണും, പ്രശ്നങ്ങൾ കാണും. പക്ഷെ അതിനെ അതിജീവിക്കാൻ കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ വേണം. അതിനുവേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. 2, പ്രാർത്ഥനയുടെ ചങ്ങല നമുക്ക് വേണം. ആ പ്രാർത്ഥനയുടെ ചങ്ങല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ വിടുവിക്കും. സമയം തന്ന നിങ്ങൾക്ക് വളരെ താങ്ക്സ് ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ധാരാളം ആൾക്കാർക്ക് ഇനിയും പ്രയോജനമായി തീരട്ടെ. ഈ ആസാദി ടിവിയും ബാക്കിയുള്ള ഏത് പ്രവൃത്തിയും നിങ്ങൾ ചെയ്യുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പാസ്റ്റർ, ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് പാസ്റ്റർ പറഞ്ഞ ആ ലാസ്റ്റ് പോർഷൻ അതെന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. ഞാൻ നിങ്ങൾ ഈ കാര്യങ്ങൾ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, പ്രത്യേകിച്ച് സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു ചോദ്യം വന്നു, ചോദിക്കാനിരുന്ന ചോദ്യം. അതായത് സാധാരണഗതിയിൽ ചില അസുഖങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യാൻസർ എന്നുള്ള പേര് പോലും വായിലെടുക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ചില ആളുകൾ പറയും എനിക്ക് സി എന്ന് ക്യാപിറ്റൽ ആ ഒരു ഇനീഷ്യൽ മാത്രമേ പറയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് പ്രെയർ റിക്വസ്റ്റ് പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ വ്യക്തി ഒരു കാരണവശാലും പേര് പറയത്തില്ല അസുഖത്തിൻ്റെ. കാരണം ആ പേര് പറയുന്നത് പോലും നമുക്കൊരു ഒരു ബുദ്ധിമുട്ട്, ഒരു ഭയം അത് ഉള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രെയർ റിക്വസ്റ്റുകൾ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിലെ ഷെയർ ചെയ്യത്തുള്ളൂ. ഞാനിത് ചോദിക്കാനിരുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിങ്ങൾ പ്രെയർ റിക്വസ്റ്റ് ആളുകളുമായിട്ട് ഷെയർ ചെയ്തോ എന്ന് ചോദിക്കാനുള്ള ഒരു ചോദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വെച്ചിരുന്ന, പക്ഷേ അത് ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം കിട്ടിയത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ സാക്ഷ്യത്തിലൂടെ കേൾവിക്കാരുടെ അടുക്കൽ എത്തിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മറച്ചു വെക്കാതെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു പാസ്റ്റർ. നമ്മൾ പലപ്പോഴും നമ്മളെല്ലാവരും നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ മറച്ചു വെക്കും. എനിക്കൊരു പ്രശ്നമുണ്ട്, ഇഷ്യൂ ഉണ്ട്, എനിക്ക് രോഗമുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊരു പക്ഷേ പറഞ്ഞിരിക്കും. എന്നാൽ അതിൻ്റെ റിയൽ അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പങ്കുവെക്കാൻ നമുക്ക് കഴിയത്തില്ല. ഞാൻ ആ ഒരു വിഷൻ ഓർ ഡ്രീം അതിനെക്കുറിച്ച് പാസ്റ്റർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനതൊന്ന് പിക്ചറൈസ് ചെയ്യുമായിരുന്നു, ഒന്ന് കാണുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് വേദപുസ്തകത്തിൻ്റെ ഒരു ടെർമിനോളജിയാണ് വാദിക്കുക. നമുക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. നമ്മൾ ഒറ്റയ്ക്ക് വാദിച്ചാൽ ജയിക്കാത്തത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ വാദിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ഭാഗത്ത് ഒരു റെഡ് സൈനിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ശക്തി വാദിക്കുമ്പോൾ അവിടെ നിന്ന് വാദിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരാൻ ഒറ്റയ്ക്ക് കഴിയാത്തത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ, ഒരു ചർച്ച്, കുറേ വിശ്വാസികൾ, കുറേ ദൈവമക്കൾ, നമ്മുടെ റിലേറ്റീവ്സ്. പാസ്റ്ററെ, ഞാൻ കണ്ടൊരു അനുഭവമാണ്. നമ്മുടെ ബോംബെയിലുള്ളൊരു പാസ്റ്ററിൻ്റെ ഫാമിലി റിലേറ്റീവിൻ്റെ വീട്ടിൽ ഒരു വലിയ വിഷയമുണ്ടായപ്പോൾ, ഒരു മകൾക്ക് അസുഖം ഉണ്ടായപ്പോൾ അവർ ചെയ്തത് അന്ന് മുതൽ അവരുടെ ഫാമിലി ഫുൾ എല്ലാ ദിവസവും വൈകിട്ട് സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യും, എല്ലാ ദിവസവും. എന്നിട്ട് അവർ വാദിച്ചു, ആ കുടുംബം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ചരിത്രം കണ്ടിട്ടില്ല പാസ്റ്ററെ. എന്നിട്ട് ആ മീറ്റിങ്ങിൽ ദേവദാസന്മാരെ വിളിച്ച് ശുശ്രൂഷിപ്പിച്ചു. അവരുടെ ഫാമിലി മാത്രമാണ്, എല്ലാ ഫാമിലിയുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ എല്ലാ ആളുകളും ആ മീറ്റിങ്ങിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ച് ആ മകളെ മരണത്തിൽ നിന്ന് വലിച്ചെടുത്തു. 7 മാസം ആ മകളെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. 7 മാസം മരണത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഞാനും പോയി ആ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കാൻ ദൂത് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു പ്രാർത്ഥന, ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ പോരാടുക എന്നൊക്കെ വേദപുസ്തകം പറയുന്നത് ആരോടാ പോരാടുന്നത്? ദൈവത്തോട് പോരാടേണ്ട ആവശ്യമില്ലല്ലോ. പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറയുമ്പോൾ നമുക്കെതിരായി വാദിക്കുന്നവരോട്, 35-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞില്ല, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. നമുക്ക് മനുഷ്യരല്ലല്ലോ ശത്രുക്കൾ. നമുക്ക് ശത്രുക്കളായിട്ടുള്ള രോഗശക്തികൾ, പൈശാചിക ശക്തികൾ, നമ്മുടെ ജീവിതത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്നതിനോട് നാം ഒറ്റയ്ക്ക് വാദിക്കാതെ ഒരു കൂട്ടം ഒന്നിച്ച് വാദിച്ചാൽ. പക്ഷേ സമയം പോയെന്നറിയാം. എന്നാലും ഈ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് എന്നെ കാണിച്ച ഒരു ദർശനം എനിക്ക് ഓർമ്മ വരിക. ഞങ്ങളുടെ ചർച്ചിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡിലായിരുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ കാണുന്ന ദർശനത്തിൽ ഒരു മുറിക്കകത്ത് ഞാൻ നിൽക്കുമ്പോൾ ഒരു വലിയ അജാനുബാഹുവാകുന്നൊരു മനുഷ്യൻ, തലയിലൊന്നും മുടിയില്ല,
ഒരു വലിയ ഭീകരനാകുന്ന ഒരു 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 ജൈൻ്റ് എന്ന് നമുക്ക് പറയാം. ഒരു രാക്ഷസ തുല്യനായ ഒരു മനുഷ്യനെ മുറിക്കകത്ത് നിൽക്കുക. ഞാൻ വളരെ ചെറുതാണ്. അപ്പോൾ ഈ വലിയ മൊട്ടത്തലയൊക്കെ ഉള്ളൊരു ഒരു ഗുണ്ടയെപ്പോലൊരു വലിയ ഭീകരൻ. അപ്പം ഞാൻ കാണുന്നത്, ഞാനൊരു വലിയ ഈ കിണറിൻ്റെയൊക്കെ പാലത്തടി പോലൊരു ഒരു തടി എടുത്ത് ഇയാളെ അടിക്കുക, ഇയാളുടെ തലയ്ക്ക് തന്നെ അടിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇയാൾ കേൾക്കുന്നില്ല. ഒത്തിരി ഞാൻ അടിച്ചതിന് ശേഷം ഞാൻ കണ്ടു ഇയാളൊരു ചെറിയ ഒരു അടി കൊണ്ടിട്ട് ഒന്ന് കുത്തിയിരുന്നു, എന്നിട്ട് പിന്നെ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ഈ ദർശനം കണ്ടു കഴിഞ്ഞ ശേഷം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ദൈവാത്മാവ് എന്നോട്, ദർശനമല്ല, ദൈവാത്മാവ് എന്നോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. നീ ഒരു ശക്തിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നീ ഒത്തിരി അടിക്കുന്നുണ്ട്, പക്ഷെ അവൻ ഏൽക്കുന്നില്ല. അപ്പം നീ ഒത്തിരി വലിയ തടി വെച്ചാണ് നീ അടിക്കുന്നത്. നിൻ്റെ ചിന്ത ഈ തടി വെച്ചടിച്ചാൽ ഈ വ്യക്തി തകരുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിൻ്റെ ചർച്ചിൽ എല്ലാവരുടെ കയ്യിലും നിൻ്റെ അത്രയും വലുതല്ലെങ്കിൽ ഓരോ വടിയുണ്ട്, അവരോട് എല്ലാവരോടും പറയുക അടിക്കുക. അപ്പോൾ ഇത് ഭയങ്കര റെവലേഷനായിരുന്നു പാസ്റ്റർ എനിക്ക്. ഞാൻ പല സ്ഥലത്തും പല ഇടത്തും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഒരു വലിയ പാലത്തടി കൊണ്ട് അടിച്ച് തകർക്കാൻ പറ്റാത്ത ശക്തിയെ എൻ്റെ ചർച്ചിലെ ഓരോ വിശ്വാസിയുടെ കയ്യിലുള്ള ഓരോ കൊച്ചു വടി വെച്ച് ഒന്നിച്ചടിച്ചു കഴിയുമ്പോൾ അത് തകരും. ഈ റെവലേഷൻ നമ്മുടെ ദൈവമക്കളുടെ അകത്ത് ചെല്ലണം. നിങ്ങൾക്കൊരു വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കളിയാക്കും, അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാത്തത്. പക്ഷേ എല്ലാ ദൈവമക്കളുടെ കയ്യിലും നമ്മുടെ അത്രയും ശുശ്രൂഷ അവർക്ക് കാണത്തില്ല, കൃപാവരം അവർക്ക് കാണത്തില്ല. പക്ഷേ അടിക്കാൻ പരുവത്തിനൊരു വടി കർത്താവ് കൊടുത്തിട്ടുണ്ട്. പലരൊന്നിച്ചടിക്കുമ്പോൾ ശത്രു വീഴും. അതാണ് ആ ഒരു ദർശനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത്. അത് നമുക്ക് നമ്മുടെ കേൾവിക്കാർക്ക് കൈമാറാം. നിങ്ങൾ സഭയായി പ്രാർത്ഥിക്കേണ്ട, സഭയുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. പാസ്റ്റർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഈ ഇതിൽ കൂടെ പോകുമ്പോഴ് ഞങ്ങൾ ഒന്നാമത് പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തത് കൊണ്ടും ഈ നോർത്ത് അമേരിക്കയിലെ ICPF-ലായിരുന്നു കൊണ്ടും നമുക്ക് വളരെ ആൾക്കാർക്ക് ആയിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇവരെല്ലാം നമ്മൾ അറിയിച്ചു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ലോകമെമ്പാടുമുള്ളവരെ നമുക്കറിയാവുന്നവർക്ക് മെസ്സേജ് പോയി. അപ്പൊ ഞാനൊരു ദിവസം ഞാനിങ്ങനെ ഓർക്കുക, എല്ലാവർക്കും അറിയാലോ ഇപ്പൊ എനിക്ക് ക്യാൻസർ ആണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ചിന്ത വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സഭ സത്യയോടെ പ്രാർത്ഥിച്ചു, അവനെ വെളിയിൽ കൊണ്ടുവന്നതുപോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ആർമി വേണമെന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു. ആ ഒരു ആർമി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് എന്നെ വെളിയിൽ കൊണ്ടുവന്നത്. ഞാൻ പറയാൻ വന്ന ഇതേ ഉള്ളൂ. ഈ ഒരു സംഭവം ഞങ്ങളെ തകർത്തില്ല, എന്നാൽ തകർക്കാമായിരുന്നു. ഇപ്പൊ ബിനുവിന് ഇപ്പൊ പാസ്റ്ററിനും വൈഫുണ്ട്. നമ്മുടെ സ്പൗസ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ അത് ബാധിക്കും, ഇല്ലയോ? രണ്ടാമത് ചിലപ്പോൾ ആരോടും കൂടെ ചേർന്നിരിക്കും. പക്ഷെ എന്നാലും ഈ ശുശ്രൂഷ അന്നേരം അത് നിവർത്തിക്കാൻ ഒക്കത്തില്ല. അത് ഞങ്ങൾ കുടുംബമായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയല്ല, എനിക്കിതും പറയാതിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ 2 മരുമക്കളും, എൻ്റെ മൂത്ത മരുമോനാണ് എൻ്റെ മൂത്ത മോളെ ഡ്രൈവ് ചെയ്ത് 12 മണിക്കൂർ വീതം ഈച്ച് വേയിൽ എല്ലാ 10 ദിവസവും 11 ദിവസവും ഇരിക്കലേ കൊണ്ടുവരുന്നത്, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ മൂത്ത മോക്ക് വരാതെ ഒക്കത്തപ്പോൾ രണ്ടാമത്തെ മോള് വരും. അന്ന് അവളുടെ കല്യാണം ഇത് ഉറച്ചിട്ടേ ഉള്ളൂ. ആ പയ്യനും ഇടയ്ക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. കുടുംബമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായി പ്രാർത്ഥിപ്പാനും ഒന്ന് ബിൽഡ് ചെയ്യാനും പറ്റി. ചർച്ചിനെ ബിൽഡ് ചെയ്യാൻ പറ്റി, സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ പറ്റി. കാരണം ഇതൊരു സാക്ഷ്യം. ഞാനതാ പറഞ്ഞത്, ഞങ്ങളുടെ വിടുതൽ നടന്നു, അത് ശരി തന്നെ. പക്ഷെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് അത് കാരണമായി. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കർത്താവിനെ ഉയർത്താത്ത, ഞാൻ ബിനുവിനോട് പലപ്പോഴും പറയുന്നുണ്ട്, പലരും സാക്ഷിക്ക് വേണ്ടി വിളിക്കും, പക്ഷേ അത് സാക്ഷി കേൾക്കാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവനാമം ഉയർത്തണം എന്ന് ഞാൻ ബിനുവിനോടും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്. കാരണം ദൈവത്തെ ഉയർത്തിയാൽ അവൻ നമ്മളെ ചെയ്യേണ്ടത് നമ്മളോട് ചെയ്യും. പക്ഷെ ദൈവനാമം വേണം ഉയരുവാൻ. അത് എല്ലാവരും ഓർക്കണം. നമ്മളെ ഉയർത്താൻ വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഉണ്ണുണ്ണിച്ചാൻ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല ഉണ്ണുണ്ണിച്ചാൻ പറഞ്ഞത്. എന്നാൽ ദൈവം ഞങ്ങളോട് ആ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഞങ്ങള് ജോറൂട്ടിച്ചാൻ ഞങ്ങൾ പറഞ്ഞ ജോറൂട്ടിച്ചാനെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഈ സാക്ഷ്യം അവിടെ നേക്കോക്കിന് വെച്ച് പറഞ്ഞത് അങ്ങനെ കേട്ട് പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞാനിത് ഇങ്ങനെ ഒരാളിനോട് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. എന്നാൽ
ഞങ്ങൾ ചോദിച്ച് ഇന്ന് വരെയും ചെയ്യാത്തതിന്റെ കാര്യം കാരണം പിന്നെ നമ്മൾ നിഗളിച്ചു പോകും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. ഒരു പ്രാവശ്യം കൂടെ എമ്മോ ജോർജ് കുട്ടിച്ചാനോടുള്ള നന്ദി പറഞ്ഞു. അച്ഛൻ്റെ സാക്ഷ്യവും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ മൈലോമ പോലെയുള്ള ഒരു സ്റ്റേജിൽ കൂടെ ഒക്കെ അച്ഛനും പോയതാ. ദൈവം നൽകിയ സൗഖ്യത്തെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർക്ക് തന്നെ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ തന്നെ ബെനഡിക്ഷനും പറഞ്ഞാട്ടെ. ഞാൻ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചോട്ടെ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. പാസ്റ്റർ നോർത്ത് ഇന്ത്യ ജനിച്ചത് കൊണ്ട് എന്നാലും മലയാളം അല്ലേ? ഞാൻ മലയാളം പറയുമെങ്കിലും എൻ്റെ വശം ഇംഗ്ലീഷാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കണമെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാം. പാസ്റ്റർക്ക് ഏത് ലാംഗ്വേജ് ഉപയോഗിക്കാം. പ്രാർത്ഥന ദൈവമാണ് കേൾക്കുന്നത്. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവെ, ഞങ്ങളുടെ രാത്രിയിലും അവിടെ പകലുമായ സമയത്ത് കർത്താവെ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് വരുവാൻ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, നീ ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ നന്മകൾക്കായി സ്തോത്രം. കർത്താവെ, എല്ലാറ്റിനും ഉപരി നീ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. പിതാവെ, നിന്റെ സ്നേഹം ഓർത്താൽ നീ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത യാഗത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പാപത്തിനും ഞങ്ങളുടെ രോഗത്തിനും ഞങ്ങളുടെ ശാപങ്ങൾക്കും വേണ്ടി നീ ക്രൂശിൽ മരിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ നിന്നെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ശ്രവിച്ചിരിക്കുന്ന ഏത് പ്രിയപ്പെട്ടവരും കർത്താവെ, ഇത് ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുന്ന വിടുതൽ, ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു സാക്ഷ്യമാക്കി ഇതിനെ തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അവസാനം പറഞ്ഞതുപോലെ പിതാവെ, ഞങ്ങൾക്കുള്ളവരല്ല, ഞങ്ങൾ മറ്റുള്ളവരെയും ഒന്നിച്ച് ചേർത്ത് കർത്താവെ, നിന്റെ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനും ഞങ്ങളെ നീ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തികളല്ലല്ലോ, നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനും ഇറ്റേണൽ കിങ്ഡത്തിന്റെ പുരോഗതിക്കും ഞങ്ങൾ കർത്താവെ, അതിനുവേണ്ടി വഴങ്ങുന്നവരായി ഞങ്ങളെ തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിന്റെ ദാസനെയും ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന എല്ലാവരും ക്രിസ്തുവിന്റെ രാജ്യത്തിൽ കാണപ്പെടുവാൻ ഞങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്തും യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ സഹവാസവും സഭാഹിതയും നമ്മളോട് എല്ലാവരോടും കൂടെ ക്രിസ്തുവിന് വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. ഇത്രയും സമയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം അനേകർക്ക് പ്രയോജനമായി തീരട്ടെ, ബ്ലെസ്സിംഗ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പ്രേക്ഷകരോടുമുള്ള നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.